ഏറ്റവും ബഹുമാനപ്പെട്ട പുതിയ പ്രസിഡന്റ് സന്നിഹിതനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, സ്നേഹമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, അത്യധികം സന്തോഷത്തോടെയാണ് കുറേ നാളുകൾക്ക് ശേഷം ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. സിസ്റ്റർ അനില പറഞ്ഞതുപോലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയായി ഇവിടെ നിന്നും കടന്നു പോയതിനു ശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിവിടെ വരാറുണ്ട്. എനിക്ക് തന്നെ ഒരു രണ്ടാമത്തെ വീട് പോലെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ ചെറുതായിട്ട് കണക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. എന്തായാലും നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഗ്രഹീതരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. ഇവിടെ വന്ന് കണ്ട് ഇവരുടെ കൂടെ പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ നന്നായിട്ട് സ്വന്തം മക്കളെ പോലെ ഈ കുട്ടികളെ കാണുകയും അവരെ പഠിക്കുകയും അവരുടെ പഠനവും പാഠ്യേതരവുമായ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കുകയും അവരുടെ കൗമാരപ്രായത്തിന്റെ വിപുലതകളെയും പ്രശ്നങ്ങളെയും ഒക്കെ നന്നായിട്ട് അഡ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അധ്യാപക സമൂഹമാണ് ഇവിടെയുള്ളത്. ആ അധ്യാപക സമൂഹത്തോട് ഒത്തൊരുമിച്ച് സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ പഠനത്തിലും പാഠ്യേതര രംഗത്തും വെന്നിക്കൊടി പ്രാപിക്കുവാൻ എൻ്റെ ഈ പൂർവ്വ വിദ്യാലയത്തിന് സാധിക്കുന്നതായി ഞാൻ വിശ്വസിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ കൗമാരപ്രായക്കാരാണ്. ജെൻസിയും ജെന്നാൽഫായും നമ്മളിപ്പോൾ ധാരാളമായിട്ട് പത്രത്തിൽ കേൾക്കുന്ന വാക്കുകളാണിവ. അവയിലൊക്കെ പെട്ടവരാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ അവരെക്കുറിച്ചുണ്ടായിരുന്ന ധാരണകൾ കുറേയൊക്കെ മാറുകയാണ്. വെള്ളപ്പൊക്കക്കാലത്ത് നമ്മൾ കണ്ടു പഠിപ്പിസ്റ്റുകളൊക്കെ വീട്ടിലിരുന്നപ്പോൾ സമൂഹത്തിന് പ്രയോജനമുണ്ടായത് ആരെക്കൊണ്ടാണ്? കൊറോണ കാലത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ ജെൻസി ചിന്തിക്കുവാനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങിയപ്പോൾ പല ഏകാധിപത്യ കസേരകൾക്കും ഇളക്കം തട്ടുന്നതും പല ചിന്താധാരകളും മാറി അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ മാറ്റമുള്ള അഭിപ്രായഗതികൾ ഉണ്ടാകുന്നതും അതനുസരിച്ച് സമൂഹത്തിൽ മാറ്റം വരുത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെപ്പോഴും പലരും പുതിയ തലമുറയെ കണ്ണടച്ച് കുറ്റം പറയാറുണ്ട്. ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. അവർ വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാണേണ്ടവരാണ്. അവർ നമ്മളെക്കാളും വളരെ അറിവുള്ളവരാണ് പല കാര്യങ്ങളിലും. നാമാണ് അവരോടൊപ്പം വളരേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ മറ്റുള്ളവരെ സഹോദരതുല്യരായി അംഗീകരിക്കുന്നതാണ്. സ്വന്തം പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയും ഒക്കെ അഡ്രസ് ചെയ്യാനായിട്ട് പലതരത്തിലും പലപ്പോഴും അവർ സമൂഹമായി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നേറുന്നവരാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും കൗമാരപ്രായക്കാരായതുകൊണ്ട് നമുക്കറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാല്യത്തിലും ശൈശവത്തിലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശാരീരിക ആരോഗ്യത്തിലോ മാനസിക ആരോഗ്യത്തിലോ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുവാനായി പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു അവസരമാണ് കൗമാരം. അപ്പോൾ ആ കാലത്തെ നമ്മൾ നന്നായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ കൗമാരക്കാലത്ത് നമ്മൾ നന്നായിട്ട് അഭിമുഖീകരിച്ചേ മതിയാവും അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കായി. ഒരു ശരാശരി ഇന്ത്യൻ പൗരന് എത്ര ആയുസ്സുണ്ടെന്ന് നമുക്കറിയാം. ആണുങ്ങൾക്കാണെങ്കിൽ ഏകദേശം 74 വരെയും പെണ്ണുങ്ങൾക്ക് ഒരു 80 വയസ്സ് വരെയും സ്ത്രീകൾക്ക് ഒരു 80 വയസ്സ് വരെയും എന്നൊക്കെ പറയാറുണ്ട്. ഇത്രയും കാലത്ത് എന്ന് വെച്ചിട്ട് അത് ഒരു ആവറേജ് കണക്കാണ്. അതിൽ കൂടുതൽ ജീവിക്കില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ശാരീരികമായ പരിമിതികളോ അപകടാവസ്ഥകളോ ഒന്നുമില്ലെങ്കിൽ സാധാരണയായിട്ട് ഒരു ഇന്ത്യൻ പൗരന് ഇത്രയും ആയുസാണ് ഇപ്പോൾ സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നത് എന്നാണ് ഞാൻ പ്രസ്താവിച്ചത്. അപ്പോൾ എന്തായാലും ഇത്രയും കാലം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമുള്ള വ്യക്തികളായി നമ്മൾ തീരണമെങ്കിൽ അവയ്ക്കൊക്കെ വെള്ളവും വളവും നൽകേണ്ടത്, അതിനാവശ്യമായ വെള്ളവും വളവും നൽകേണ്ടത് ഈ കൗമാരക്കാലത്താണ് എന്നുള്ള കാര്യം നാം മറക്കാതിരിക്കണം. അപ്പോൾ കൗമാരപ്രായം എന്ന് പറയുന്ന കാലയളവ്
എത്രയാണ് എന്ന് നമുക്കറിയാം. ഏത് വയസ്സ് തൊട്ട് ഏത് വയസ്സ് വരെയാണ് കൗമാരപ്രായം എന്ന് പറയാമോ? നമ്മൾ സാധാരണയായിട്ട് വിശ്വസ്തതയോടെ കണക്കുകളെ അഭിമുഖീകരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകളാണ്, ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 10 തൊട്ട് 21, 23 വയസ്സ് വരെയൊക്കെ അതിൻ്റെ അകത്തും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ ഒരു കാലഘട്ടത്തെയാണ് കൗമാരപ്രായം, അഡോളസെന്റ് ഏജ് എന്നൊക്കെ പറയുന്നത്. ഇതിനെ തന്നെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 10 തൊട്ട് 13 വരെ ഏർലി ആദ്യഘട്ടം, 14 തൊട്ട് 17 വരെ മധ്യഘട്ടം മിഡിൽ, അതിനുശേഷമുള്ളത് അതിൻ്റെ അവസാന കാലഘട്ടം. നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ പെൺമക്കൾ 10 തൊട്ട് 17 വരെ, 15 വരെ പ്രായമുള്ളവരാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രാരംഭദശയിലും കൗമാരത്തിൻ്റെ പ്രാരംഭദശയിലും മധ്യഭാഗത്തുമുള്ള കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ വളർച്ചയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളോട് പറയാനായിട്ട് ഓർക്കുകയാണ്. ഒരു അച്ഛനും അമ്മയും, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ അച്ഛൻ, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപക്ഷെ ഒരാൾ ജോലി ചെയ്തിരുന്നിരിക്കാം, ഒരാൾ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒക്കെ മക്കളെയൊക്കെ ശ്രദ്ധിച്ച് വീട്ടിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് കാലാവസ്ഥയും കാലമൊക്കെ മാറിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരാളുടെ വരുമാനം കൊണ്ട് തന്നെയൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുപോലെ സ്ത്രീകളും ഒക്കെ വിദ്യാസമ്പന്നരും ഒക്കെ ആയതുകൊണ്ട് 2 പേരും ജോലിക്ക് പോകുന്ന ഒരു കുടുംബമാണ് നമ്മുടെ പശ്ചാത്തലം. ആ ഒരു കുടുംബത്തിൽ ഒരേ ഒരു മോളേ ഉള്ളൂ. ആ മോള് പഠിക്കുവാൻ മിടുക്കിയാണ്, 10ാം തലത്തിൽ പഠിക്കുന്നു. ആദ്യത്തെ പരീക്ഷകളിലൊക്കെ നല്ല മാർക്കുണ്ട്. അത്യാവശ്യം പഠിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും അവൾക്ക് നൽകിയിട്ടുണ്ട്. അവളൊരു മുറിക്കകത്തിരുന്ന് പഠിക്കുകയാണ് പതിവ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ജോലി തിരക്കുകളൊക്കെ ഉള്ള ഒരു തൊഴിലാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ രാത്രിയിൽ ആവും ജോലി സമയം, ചിലപ്പോൾ പകലാവും. കൂടാതെ ജോലിയിൽ അത്യാവശ്യം പ്രമോഷൻ കിട്ടാൻ ആവശ്യമുള്ള ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എഴുതേണ്ട ഒരു കാലയളവുമാണ്. അപ്പം ഇങ്ങനെ കാലം പോയതിന് ഇടയ്ക്ക് ഏതാണ്ട് ഒരു കോഴ്സിന്റെ മധ്യഭാഗത്തോടുകൂടി പെട്ടെന്നൊരു വാർത്ത കേൾക്കുകയാണ്, ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന കുട്ടിയാണ്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണ്. ഒന്നാമതായി നമുക്കറിയാം, ആ കുടുംബം ഒരു അച്ഛനും അമ്മയും ഒരു മകളും അടങ്ങുന്ന ഒരു കുടുംബമാണ്, ഒരു ന്യൂക്ലിയർ കുടുംബമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന രീതിയിലുള്ള കടമകൾ ഷെയർ ചെയ്യാനായിട്ട് അവിടെ വല്യച്ഛനോ വല്യമ്മയോ കസിൻസോ റിലേറ്റീവ്സോ ആരും തന്നെ ഇല്ല. രണ്ടാമതായിട്ട് ഒരു ഒറ്റ മോളാണ്. ഈ ഒറ്റ മോളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വീട്ടിൽ വേറൊരു കൂട്ടില്ല, അവളോട് ആരും സംസാരിക്കുന്നില്ല, അവൾക്ക് ആരുമായിട്ടും ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലമല്ല, നമുക്കറിയാം, നമ്മൾ പെൺകുട്ടികളെയൊന്നും അങ്ങനെ അയൽപക്കത്തേക്ക് വീടുകളിലേക്കൊന്നും അയക്കാറില്ല. അങ്ങനെ അവളൊരു ഏകാന്തതയിലാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം ആലോചിച്ച് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ കുട്ടി മൊബൈല് അന്ന് പഠനത്തിനായിട്ട് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാ. തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കിയിട്ടില്ല, അങ്ങനെ ഒരു പഠനം സങ്കല്പിക്കുകയേ പറ്റില്ല. അപ്പോൾ അവൾക്ക് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉപയോഗത്തിനിടയിൽ അവൾ നിരവധിയായ ചാറ്റിങ്ങുകൾ നടത്തുകയും അങ്ങനെ ഒരു സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുകയും ആ സുഹൃത്തുമായിട്ടുള്ള ഇവളുടെ ബന്ധം തീവ്രമായതിൻ്റെ ഫലമായിട്ട് അയാൾ ഇവളോട് കുറച്ച് ചിത്രങ്ങൾ ചോദിക്കുകയും ആ ചിത്രങ്ങൾ ഇവൾ അയച്ചു കൊടുക്കുകയും പിന്നീട് ആ ചിത്രങ്ങൾ കിട്ടിയപ്പോൾ അയാളുടെ ഭാവമൊക്കെ മാറി അയാൾ ഇവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഭീഷണിപ്പെടുത്തിയപ്പോഴും ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്ന് തുറന്നു പറയാനോ ഇതിനൊരു പരിഹാരം കാണുവാനോ ഇവർക്ക് സാധിക്കുന്നില്ല. നിസ്സഹായയായ ആ കുഞ്ഞാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ആ കുഞ്ഞ് മൊബൈൽ ഉപയോഗിക്കുന്നു,
ഉപയോഗിക്കുന്നത് തെറ്റല്ല. പക്ഷെ മൊബൈൽ സാക്ഷരത എന്നുണ്ട്, അത് ആ കുഞ്ഞിന് അറിയില്ല. രണ്ടാമത് അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അപരിചിതമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ചും അവൾക്ക് നല്ല നിശ്ചയമില്ല. ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. അപ്പൊ വീട്ടിലെ ആവശ്യത്തിന് സ്നേഹവും പരിഗണനയും പ്രോത്സാഹനവും ഒന്നും കിട്ടാത്തത് കൊണ്ട് പുറത്തു നിന്നും കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുവാനും പരിഗണിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഒക്കെ ആളുകൾ ഉണ്ടായപ്പോൾ അവൾ അതിലേക്ക് വഴുതി വീണു എന്ന് മാത്രം. മൂന്നാമതായിട്ട് അവൾക്ക് അറിഞ്ഞുകൂടാ തൻ്റെ ചിത്രങ്ങളൊന്നും ഇങ്ങനെ അയച്ചു കൊടുക്കരുതെന്ന്. ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ ആ കുട്ടിക്ക് കാര്യമായ വ്യക്തിബന്ധങ്ങൾ ആരുമായിട്ടോ, ആ കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ടോ അധ്യാപകരുമായിട്ടോ മറ്റാരെങ്കിലുമായിട്ടോ ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കുട്ടി കടന്നുപോയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അച്ഛനും അമ്മയും ഒരു കുട്ടിക്കുണ്ട് എന്ന് വെച്ചിട്ട് ആ കുട്ടി വളരെ സുരക്ഷിതയാണ് എന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ വയ്യ. അവർക്ക് നമ്മൾ നമ്മുടെ കരുതലും സ്നേഹവും സമയവും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അറിയണം. നിന്റെ കുഞ്ഞിനെ നീ അറിയുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. നിന്റെ കുഞ്ഞിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണ്, അവളുടെ ബുദ്ധിയുടെ നിലവാരം എന്താണ്, അവളുടെ സുഹൃത്തുക്കൾ ആരാണ്, അവളുടെ ആഗ്രഹങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുകയും വേണ്ട സമയത്ത് വേണ്ട പിന്തുണ നൽകുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിയെ സുരക്ഷിതമായ ഒരു ഭാവിയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മഹാഭാരതത്തിൽ ഗാന്ധാരി എന്നൊരു കഥാപാത്രത്തെ കാണാറുണ്ട്. ഗാന്ധാരി നമുക്കറിയാം, അവരുടെ വിവാഹ ദിവസം തൻ്റെ ഭർത്താവ് ധൃതരാഷ്ട്രർ കണ്ണു കാണാൻ പാടില്ലാത്ത അന്ധനായിരുന്നതുകൊണ്ട് അവർ കണ്ണു മൂടിക്കെട്ടി വിവാഹവേദിയിലേക്ക് കയറിയവളാണ്. തുടർന്ന് കാലങ്ങൾ കഴിഞ്ഞു, മഹാഭാരത യുദ്ധം നടന്നു. യുദ്ധത്തിന് അവസാനം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഗാന്ധാരിയുടെ 100 മക്കളും ആ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞ ആ മാതൃഹൃദയം നന്നായിട്ട് വേദനിച്ചു. എങ്കിലും തൻ്റെ മക്കളെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ച് ഭഗവാൻ കൃഷ്ണനെയും കൂട്ടി ആ രണഭൂമിയിലേക്ക് ഗാന്ധാരി ചെല്ലുകയാണ്. അവിടെ എത്തി തൻ്റെ മക്കളെ മൃത്യു വരിച്ച് കിടക്കുന്ന തൻ്റെ മക്കളുടെ ഛിന്ന ഭിന്നമായ അവരുടെ ശരീരം കണ്ടിട്ട് അവർ കണ്ണീർ വാർത്തു, ഏങ്ങി കരഞ്ഞു. അവസാനം കൂടെ നിൽക്കുന്ന കൃഷ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു. കൃഷ്ണ, ഭഗവാനെ, അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കളെ രക്ഷിക്കാമായിരുന്നില്ലേ? കൃഷ്ണൻ കുറച്ചു നേരം ചിന്തിച്ചു. ഗാന്ധാരി ഒരു മറുപടി പറഞ്ഞു. അമ്മ എന്താണ് ചെയ്യുന്നത്? അമ്മയുടെ വിവാഹ ദിവസം തന്നെ അമ്മയുടെ കണ്ണുകൾ മൂടിക്കെട്ടി. സ്വന്തം മക്കളെ ഒരിക്കൽ പോലും കാണാത്ത ഒരു അമ്മയുടെ മക്കളെ ഒരു ഈശ്വരനും രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സുരക്ഷിതത്വം നമ്മൾ കൊടുത്താലും, എന്തൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ കൊടുത്താലും, എന്തൊക്കെ ഉള്ളതെല്ലാം കൊടുത്താലും ഉള്ളു കൊടുത്തില്ലെങ്കിൽ മക്കൾ വഴിതിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളുടെ ഈ പ്രായത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നന്നായിട്ട് അറിയേണ്ടതായിട്ടുള്ളത്. ഒരു കൗമാരക്കാരനായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രീതിയിലുള്ള ശരീര വളർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം. നമുക്ക് പൊക്കം കൂടുന്നു, വണ്ണം കൂടുന്നു, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ലൈംഗിക അവയവങ്ങളുടെയൊക്കെ വളർച്ച പൂർത്തിയാകുന്നു. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കുട്ടിക്ക് പല ശാരീരിക മാറ്റങ്ങളും ഉണ്ടാകുന്നു. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആർത്തവം, ആൺകുട്ടികൾക്കും അതിനോടനുബന്ധിച്ച മാറ്റങ്ങളൊക്കെ. പിന്നെ ഈ വളർച്ചയുടെ കാര്യത്തിൽ എപ്പോഴും നമുക്കറിയാം പെൺകുട്ടികൾ മുൻപന്തിയിലാണ്. 10-15 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ പെൺകുട്ടികളും തന്നെ അവരുടെ വളർച്ചയുടെ ശാരീരിക വളർച്ചയുടെ പൂർണ്ണതയിൽ എത്തുമ്പോൾ ആൺകുട്ടികൾ പയ്യെ പൊടിവീഴ്ചയൊക്കെ വെച്ച് ഇങ്ങനെ വരുന്നോ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ പെൺകുട്ടികളുടെ വളർച്ച ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു കാലഘട്ടമാണ് ഈ സ്കൂൾ കാലഘട്ടം. അപ്പൊ ഈ അവസരത്തിൽ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടത് എന്താണ്? അമ്മമാരായ അല്ലെങ്കിൽ അച്ഛന്മാരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അത്യാവശ്യം എന്താണ്?
നല്ല ഭക്ഷണം അല്ലേ? നല്ല ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. അപ്പൊ നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. അതിന് മാത്രമുള്ള അല്ലെങ്കിൽ അതിനപ്പുറമുള്ള വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഏറ്റവും കൂടുതൽ ബാലൻസ്ഡ് ഫുഡായിരിക്കണം. നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കുറച്ചും കൂടെ മുതിർന്ന തലമുറയൊക്കെ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ്, ചോറ്, കപ്പ തുടങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കുകയും കറിയൊക്കെ വളരെ കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പക്ഷേ അതിനുശേഷം ആൾക്കാർ നടക്കുകയും കൃഷിയിടങ്ങളിൽ അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പൊ കാലഘട്ടം മാറിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട്. ആവശ്യമായ പ്രോട്ടീൻസ് നൽകുന്ന ഭക്ഷണം, ഇറച്ചി, മീന്, മുട്ട അല്ലേ? അപ്പം ഈ കാർബോഹൈഡ്രേറ്റ് ഒരു ഭാഗം മാത്രം, 1/3 മാത്രം എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളുടെ കൗമാരപ്രായക്കാരിയായ ഒരു മകളോ അല്ലെങ്കിൽ ഒരു മോനോ ഉണ്ടെങ്കിൽ അവൻ കുറച്ച് അവൻ്റെ ശാരീരിക കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ശ്രദ്ധയുള്ളവനാണെങ്കിൽ അവനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. അവൻ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെ കഴിക്കണം, എങ്ങനെയൊക്കെ കഴിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതനുസരിച്ചുള്ള ഭക്ഷണക്രമമാണ് ഇവിടെ ഗവൺമെൻറ് ഉച്ചഭക്ഷണ സമയത്ത് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി, ഈ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏതാണ്ട് 100 മില്ലി വരെ രക്തം നഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം അവളുടെ ആർത്തവത്തോടനുബന്ധിച്ച്. അതിനോടൊപ്പം തന്നെ അതൊരു 0.5 തൊട്ട് 1 വരെ മില്ലിഗ്രാം അയൺ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെയൊക്കെ കണ്ണിൽ ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് തിരിച്ചു നോക്കൂ. എങ്ങനെയുണ്ട്? വെളുത്താണോ ഇരിക്കുന്നത്, ചെറിയ ചുവപ്പുകളൊക്കെ ഉണ്ടോ എന്ന്. അപ്പം ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ, അവളുടെ വേണ്ടത്ര രീതിയിൽ അവളുടെ കാര്യങ്ങൾ, അവൾക്ക് വേണ്ടത്ര ഒരു സ്മാർട്ട്നെസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ഈ ഭക്ഷണക്രമത്തിലുള്ള ബുദ്ധിമുട്ടാകാം എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് നമുക്ക് പറയാം ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഭരണങ്ങാനത്താണെങ്കിലും നമുക്കറിയാം നമ്മൾ പോകുമ്പോൾ നല്ല നല്ല പിന്നെ സ്മെല്ലുകളൊക്കെ വരും. ചിക്കൻ പൊരിക്കുന്നതിൻ്റെയൊക്കെ വൺസ് ഇൻ എ വൈൽ അല്ലേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ, വല്ലപ്പോഴും ആയിക്കൊള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളല്ലേ ഒളിച്ചും പാത്തുമൊക്കെ കഴിച്ചെന്നിരിക്കും, വല്ലപ്പോഴും ആകാം. പക്ഷേ ഇതൊരു ശീലമാക്കാതിരിക്കാനായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവയൊക്കെ ഒരു ശീലമാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കുക. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുകയും അത് വേണ്ട വിധത്തിൽ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പോലും ബാധിക്കത്തക്ക വിധത്തിലൊക്കെ അതൊക്കെ വളർന്നു വരാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞ് രാവിലെ വന്നിട്ട് ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നോട്ട്സുകൾ ശരിയായിട്ട് എടുത്തുകൊണ്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം അവർ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഈ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ മുതൽ നിങ്ങളിതൊക്കെ കേൾക്കുന്നതാവും. ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുക. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറ നമ്മളോട് അവരുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. രാത്രി ജീവിതമൊക്കെ കൂടുതലാണ്. അങ്ങനെയുള്ളവർ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. 10 വരെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം രാവിലത്തെ ഭക്ഷണം ശരിയായിട്ട് കഴിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നീണ്ട 8 മണിക്കൂർ തലച്ചോറ് ജോലി ചെയ്യാൻ വേണ്ട ഊർജം ലഭിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്, എന്നാണ് ആരോഗ്യ വിദഗ്ധരെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു നീണ്ട ബ്രേക്കിന് ശേഷമുള്ള ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ കുട്ടികളെ നന്നായിട്ട് ഒരുങ്ങും, പുസ്തകമൊക്കെ എടുത്തു വയ്ക്കും, ഹോംവർക്സ് ഒക്കെ ചെയ്യും. കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഈ പ്രായമായതുകൊണ്ട് അവർക്ക് അവരുടെ രൂപത്തെക്കുറിച്ചും ഒക്കെ ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ചെയ്യും. പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ നോക്കുമ്പോൾ മേശപ്പുറത്ത് ആ ഒരു ഭക്ഷണവും ചായ, നമ്മളെടുത്ത് വെച്ച ചായയും ഒക്കെ ഇരിപ്പുണ്ടാകും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ കുട്ടികളുടെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിലെ പഠനത്തെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് ഇത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ ഈ ഒരു പ്രായത്തിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലവിധ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിളർച്ച ഉണ്ടാകാറുണ്ട്. പിന്നെ ആർത്തവം സംബന്ധിച്ച
പിടിമുറുക്കമാണ്. നമ്മുടെ അമ്മമാർ വിചാരിക്കും ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞു വന്നവരല്ലേ. അന്നത്തെ രീതിയിലല്ല നമ്മൾ കാര്യങ്ങളെ ഇന്ന് അഡ്രസ് ചെയ്യുന്നത്. നമ്മൾ അന്ന് പോയതുപോലെയല്ല. ഇവർക്ക് അതിലും തിരക്ക് പിടിച്ചൊരു ജീവിതക്രമമാണ്. വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഒരു കെയറാണ്. ഞാനൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് 2 വർഷം ജോലി ചെയ്തതാണ്. അപ്പോൾ അവിടെ പല കുട്ടികളും പല അസുഖങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ വരും. അപ്പോൾ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെറിയ വിക്സോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് നെറ്റിയിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ പെറുക്കി കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ഇത് പരത്തിയാന്ന് വരും, അസുഖമൊക്കെ പൊക്കോളും, ഇച്ചിരി നേരം എൻ്റെ അടുത്ത് ഇരുന്നോ കിടന്നോ എന്നൊക്കെ പറഞ്ഞേച്ച് പോകുമ്പോൾ ഈ കുട്ടികൾ പെരുവെല്ലിലാണ് പോകുന്നത്. അത്രയ്ക്ക് സന്തോഷമാണ്. അവർ ആ ഒരു സ്പർശനവും ആ ഒരു കരുതലും ഒക്കെ ആഗ്രഹിച്ചാണ്. അപ്പൊ എമ്പതിയോടെ ഇവളുടെ വേദന നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. പിന്നെ ഇതുപോലുള്ള ഒരു സദസ്സിൽ പറയേണ്ട ഒരു കാര്യമാണ് PCOD അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു മിഡിൽ ഹൈറ്റൊക്കെയുള്ള പിന്നെ അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികളുടെ മുഖത്ത് പരിധിയിൽ കവിഞ്ഞ് പിമ്പിൾസ് വരികയോ കഴുത്തിന്റെ പുറകിൽ കറുത്ത നിറം വരികയോ അമിതമായ തടി, വിയർപ്പ്, ഇതെല്ലാം ഉള്ളവർക്കെല്ലാം ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അവരെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. ഒരുപക്ഷെ അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിക്കൂ, നന്നായിട്ട് എക്സർസൈസ് ചെയ്യൂ. ഈ 2 കാര്യങ്ങളെ പറയുള്ളൂ. ഈ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത് ഓവറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ശരിയായ രീതിയിൽ വേണ്ട സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ വന്ധ്യത വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആർത്തവ ചക്രത്തിൽ വലിയ ക്രമക്കേടുകളും ഭയങ്കരമായ വേദനയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട കറക്ഷൻസ് സമയാസമയങ്ങളിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യപരമായ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സർസൈസ്. നിങ്ങൾ ഏതായാലും നിങ്ങളുടെ മക്കൾ നല്ല ഭാഗ്യവതികളാണ്. കാരണം ഇപ്പോൾ ഈ സമീപത്തുള്ള മിക്കവാറും സ്കൂളുകളിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറോ അതിനൊരു സാഹചര്യമോ ഇല്ല. പക്ഷെ ഇവിടെ അത് ആവോളം സാഹചര്യമുണ്ട്. നല്ലൊരു സാറുണ്ട്, കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, അവരെ ഫിസിക്കലായിട്ടുള്ള എക്സർസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൺകുട്ടികൾ വൈകുന്നേരം പണ്ടൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെ ഒരു എക്സർസൈസ് ആയിരുന്നു. വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന ഒരു രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുപോലെ എക്സർസൈസ് ആയിരുന്നു. പക്ഷെ ഇന്നൊന്നും നമ്മൾ കുട്ടികളൊന്നും ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് നാടൻ വീട്ടിൽ ചെല്ലാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. പല കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ കുട്ടികളെല്ലാം വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് എക്സർസൈസിന് ദിവസം 1 മണിക്കൂർ എക്സർസൈസ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആ 1 മണിക്കൂർ എക്സർസൈസിന് സമയം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് അവരെ പല കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടാനായിട്ട് ചിലപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അവിടെ വിടാനായിട്ട് മടിയായിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ കുട്ടികളോട് പറയാറുള്ളത് നിങ്ങളൊരു പാട്ട് വെച്ചിട്ട് മുറിയിൽ കയറി ഡാൻസ് ചെയ്തോളൂ. ഇവിടെ കുട്ടികളൊക്കെ എത്ര മനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നതാണ്. എത്രയോ നല്ലൊരു വ്യായാമമാണ്. അത് ഓരോ കുട്ടികളുടെയും ഇഷ്ടമനുസരിച്ച് അങ്ങനെ ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ എന്താണെങ്കിലും അവരെ കൊണ്ട് എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നിദ്രാശുചിത്വം എന്നാണ് പറയുന്നത്. കൗമാരക്കാരിയായ ഒരു പെൺകുട്ടി ദിവസം എത്ര സമയം ഉറങ്ങണമെന്നറിയാവോ? അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി തന്നെയാണെങ്കിലും 6 to 8 hours, 6 തൊട്ട് 8 മണിക്കൂർ വരെ. പരീക്ഷ കാലമൊക്കെ ആകുമ്പോൾ നമുക്കതൊന്ന് ചുരുക്കി 6 മണിക്കൂറിലേക്ക് എന്തായാലും സുഖകരമായ ഉറക്കത്തിലാണ് നമ്മുടെ തലച്ചോറിന്റെ റീവയറിങ് നടക്കുന്നതും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നതും പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ അതിനെ നമുക്ക് എഴുതുവാനും വരയ്ക്കുവാനും ഒക്കെ ചെയ്യാനും സാധിക്കുന്നത് നല്ല ഉറക്കമുള്ള ആൾക്കാർക്ക് മാത്രമാണ്. അതുകൊണ്ട് 6 to 8 hours എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു ശാരീരിക ആരോഗ്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് തോന്നുന്നു. ഇനി നമ്മൾ മാനസികമായ ആരോഗ്യത്തിലേക്ക് പോവുകയാണ്. മനസ്സ് എന്ന് വെച്ചാൽ എന്താണ്? മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ചിലർ പറയും തലയിലാണ്, ചിലർ പറയും ഹൃദയത്തിലാണ്. നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും മനസ്സുണ്ടെന്ന് നമുക്കറിയാം. മനസ്സ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണെന്ത്? മനസ്സ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടായിരിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളാൽ ആണെങ്കിലേ മനസ്സിന്
നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ തലച്ചോറിൻ്റെ വളർച്ചയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ തലച്ചോറിൻ്റെ അല്ലാതെ നെർവ് സെൽസ് ഒക്കെ ശൈശവത്തിലൊക്കെ തന്നെ എല്ലാം ഡെവലപ്ഡ് ആകും എന്നിരിക്കെ അവരുടെ തലച്ചോറിൻ്റെ വളർച്ച പൂർണ്ണമായിട്ട് ആയിട്ടില്ല. ഈ തലച്ചോറിൻ്റെ മുൻഭാഗം ഫ്രോണ്ടൽ ലോബ്, ആ ഫ്രോണ്ടൽ ലോബ് എന്താണ് വളർച്ച പ്രാപിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ പുറകിലുള്ള ഒരു ഭാഗം അമിഗ്ഡാല എന്ന ഭാഗം വളർച്ച പ്രാപിക്കുകയും ഉണ്ടായി. അതെന്താണെന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഈ മുൻവശം കൊണ്ടാണ് നമ്മൾ ഡെസിഷൻ മേക്കിംഗ്, കാര്യകാരണ സഹിതം തീരുമാനങ്ങൾ എടുക്കുക, ആലോചനയോടെ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, മര്യാദകൾ പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനത്തിനുള്ള ശേഷി കൈവരിക്കുന്നത് നമ്മുടെ ഈ തലച്ചോറിൻ്റെ മുൻഭാഗം വളർച്ച പൂർണ്ണമായിട്ടും പ്രാപിച്ചു കഴിയുമ്പോഴും. എന്നാൽ ഈ അമിഗ്ഡാല എന്നുള്ള ഭാഗം പെട്ടെന്ന് വികാരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ്. ആ ഭാഗം പെട്ടെന്ന് വളർച്ച പ്രാപിക്കുകയും ചെയ്തു. ശൈശവത്തിലും ബാല്യത്തിലും നമ്മുടെ പിറകെ നടക്കുന്ന കുട്ടി, നമ്മൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിരുന്ന കുട്ടി ഇപ്പോൾ ചിലത് നമ്മൾ പറയുമ്പോൾ പൊട്ടിത്തെറിക്കാറില്ലേ? ഉണ്ടോ? ഉണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലൊക്കെ അവൾ പ്രതികരിച്ചെന്ന് വരും. അത് ഈ തലച്ചോറിൻ്റെ ഭാഗങ്ങളുടെ വളർച്ചയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ, പ്രശ്നമല്ല, വളർച്ചയുടെ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് തലച്ചോറിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഒരേ രീതിയിൽ വളർന്നു വന്നിട്ടില്ല. ഒരു ഭാഗം അവരെ കാര്യകാരണ സഹിതം ചിന്തിക്കുവാനും ഒരു ഭാഗം അവരുടെ വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ വികാരങ്ങൾ പെട്ടെന്നുണ്ടാവുകയും അതനുസരിച്ച് ഉടൻ പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു പ്രായമാണ് കൗമാരപ്രായം എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രത്യേകതകളായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിക്കുക? ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സും അമിഗ്ഡാലയും ആലോചിക്കാതെ പ്രവർത്തിച്ചെന്ന് വരും അല്ലേ? പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അത് വളരെ ക്ലിയറാണ്. ഒരു പയ്യന് പെട്ടെന്ന് ഒരു ബൈക്കുമായിട്ട് വന്നു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കും, അവന് ലൈസൻസ് ഒന്നുമില്ല. അപ്പം നമ്മുടെ കുട്ടി അവിടെ നിൽക്കുക, ആ കയറിടാന്ന് പറഞ്ഞു, ഞാൻ ഒന്നും ആലോചിക്കാതെ കയറി, രണ്ടുപേരും കൂടെ പോവുക. എങ്ങോട്ടാ? അങ്ങനത്തെ ആലോചന ഒന്നുമില്ലാതെ പ്രവർത്തിക്കും. പിന്നെ ചിലപ്പോൾ ചില സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് പോയി തലയിടും. നമുക്കറിയാം പണ്ട് പ്രീ കാലത്ത് ഈ ഒരു കൗമാരക്കാരുടെ ഈ ഒരു സാഹചര്യത്തെ വളരെ മുതലെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഒത്തിരി പേര് കോളേജിൽ പോയി, കുറേ പേര് സിനിമാ തിയേറ്ററിലേക്ക് പോയി, കുറേ കുട്ടികൾ സമരത്തിന് മുൻനിരയിലൊക്കെ പോയി. എത്ര പേര് രാഷ്ട്രീയ രംഗത്ത് ഒരു ഉന്നത നിലയിൽ എത്തി എന്നൊക്കെ നമുക്കറിയാം. അവരൊന്നും ബുദ്ധിശക്തി കുറഞ്ഞവരോ ഒന്നുമല്ല. അപ്പം ഈ ഒരു ത്വര പെട്ടെന്ന് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും റിസ്കുകൾ ഏറ്റെടുക്കാനും അതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മൊത്തത്തിൽ വായിച്ചു 2-3 പേര് നമ്മുടെ ഒരു മല കയറുന്നതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു അല്ലേ? അതിന് നേരായ വശത്തിലല്ല, വേറെ വശത്തുകൂടെ മലകൾ കയറുകയാണ്. മലയിലൊക്കെ കയറി വളരെ റിസ്കി ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, റിസ്കി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള കാലമാണിത്. അതുകൊണ്ട് അപകടത്തിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വഴക്കുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അമ്മയും മകളും തമ്മിൽ നല്ല വഴക്കിൻ്റെ ഒരു കാലഘട്ടമാണ്. മമ്മി അമ്മയും ഒരു സിനിമയൊക്കെ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും, നേരെ ഉണ്ടെങ്കിലും ഒന്ന് കാണും. അതുപോലെ ചില അച്ഛന്മാരും മക്കളും ആൺമക്കളും തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പൂർവ്വകാലത്തിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ മിണ്ടാനേ പറ്റാത്ത രീതിയിൽ അവർ വഴക്കിലായിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. വകതിരിവില്ലാത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് പറയണം, എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. ഇതാരും മനസ്സിലാക്കണം. അവരുടെ തലച്ചോറിന്റെ ആ ഒരു ഇക്വിലിബ്രിയത്തിലല്ലാത്ത, സന്തുലിതാവസ്ഥയിലല്ലാത്ത വളർച്ച കൊണ്ട് ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളാണ് എന്ന് ഇത് ആര് മനസ്സിലാക്കണം? ആരാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുട്ടികളോടൊപ്പം വളരണം. നമ്മളും ഒരു രക്ഷകർത്താവ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു കുട്ടി ജനിക്കുമ്പോഴാണ്. ആ കുട്ടിയോടൊപ്പം നമ്മളും വളർന്ന് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഞാൻ 10ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, എന്താണ് ഞാൻ പോയി നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നത്? അവരെന്താ നിങ്ങളോട് എപ്പോഴും പറയാറ്? നിങ്ങൾക്ക് പറയാമോ? എന്താ എപ്പോഴും നിങ്ങളൊക്കെ പറയാറ് അച്ഛനോടും അല്ല കുട്ടികളോട്? അവിടെ എന്താ പറയുന്നത്?
പറയും, പഠിക്ക് പഠിക്ക് പഠിക്ക്. ഏത് നേരവും നമ്മുടെ കുട്ടികളോട് പറയുന്നത് പോയി പഠിക്കണം, പോയി പഠിക്കടി, അല്ലേ? ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ട് പെൺകുട്ടികൾ 12ാം ക്ലാസ്സിൽ നിന്ന് ഒളിച്ചു പോയി. നേടുകാവുന്ന ഒളിച്ചു പോയിട്ട് അവർ മോശപ്പെട്ട രീതിയിലൊന്നുമല്ല പോയി. അവർ ഒരാളൊരു തയ്യൽ കടയിലും പോയി, വേറൊരാളൊരു ഈ കുടുംബശ്രീയിലെ ഒരു സംവിധാനത്തിലും പോയി ജോലിക്ക് നിന്നു. അപ്പോൾ അവരെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം സ്വസ്ഥതയുണ്ട്. കാരണം ഏത് നേരം ഇല്ല പറയാം, നമുക്ക് പഠിക്കുവാനുള്ള വലിയ എന്താണ് കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കുട്ടികളാണ്. അവരെ രണ്ടെണ്ണത്തിൽ മനസ്സിലാക്കാതെ ഏത് നേരവും ഈ ശല്യം കൊണ്ട് മടുത്തു പോയിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും മോള് നന്നായിട്ട് വരുന്നില്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച അത്രയും വരുന്നില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് ഈ പഠനത്തിൽ പിന്നോക്കം ചില കുട്ടികൾ പോകുന്നത്? അതല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ മെച്ചവും എല്ലാ വിഷയവും ഒരുപോലെ പഠിക്കാൻ പറ്റുമോ? നമ്മൾ സ്ഫടികം എന്ന് പറയുന്ന സിനിമ കണ്ടവരാ അല്ലേ? അപ്പം ഞാനും ഒരു ഗണിതശാസ്ത്ര അധ്യാപികയാണ്. അപ്പം ഗണിതശാസ്ത്ര അധ്യാപകനെ കുറിച്ച് കുട്ടികൾ ഓരോന്ന് എഴുതി വായിക്കുമ്പോൾ ചാക്കോ മാഷിനെ പോലെ ഒന്ന് വായിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ മക്കളെ അങ്ങനെ പറയരുത്. ചാക്കോ മാഷ് എന്താ ധരിച്ചു വച്ചായത്? കണക്ക് പഠിക്കുന്നവനാണ് ബുദ്ധിയുള്ളത്, അവനാണ് ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിലെല്ലാം പറയും, കണക്കിന് ഫുൾ മാർക്ക് മേടിക്കണം, ഇല്ല ജീവിതത്തിൽ വിജയം നേടണം. അത് എല്ലാവരെയും കൊണ്ട് പറ്റുന്ന സാധ്യതയല്ല. കാരണം പലതരത്തിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് പലതരത്തിലുള്ള ബുദ്ധിശക്തികളുണ്ട്. ഇതേറെയും കുറഞ്ഞുമാണ് കുട്ടികളിൽ ഉണ്ടായിരിക്കുക. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗണിത പ്രായോഗിക ബുദ്ധികൾ കൂടുതലായിരിക്കും. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ റീസണിങ് എബിലിറ്റി, അങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ രാജനാരായണ സ്വാമിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? കളക്ടറാണ്, അസാമാന്യമായ പ്രതിഭ ഈ രംഗത്തുള്ളയാളാണ്. അദ്ദേഹം ബോറടിക്കുമ്പോൾ അച്ഛനോട് ചോദിക്കുമായിരുന്നു, അപ്പ അദ്ദേഹം ഒരു പട്ടൻ ആ വിഭാഗത്തിൽ പെട്ടയാളാണ്, അപ്പ കണക്ക് വല്ലോ കിട്ടുക ഞാൻ ചെയ്യട്ടെ എന്ന് പറയുമായിരുന്നു. എല്ലാവരെയും കൊണ്ടും അത് പറ്റില്ല. അപ്പം അവരൊക്കെ അസാമാന്യ പ്രതിഭകളാണ്. അപ്പം ഗണിതശാസ്ത്രത്തിൽ എല്ലാവരും ഒരുപോലെ മെച്ചപ്പെടണമെന്ന് നമ്മൾ ഒരു കാര്യം ഒരിക്കലും വിചാരിക്കരുത്. അല്ലാതെ ഒരു കുട്ടി ഗണിത ശാസ്ത്രത്തിൽ അതല്ലെങ്കിൽ അരിത്തമെറ്റിക് റീസണിങ് അതുപോലെ ഉള്ള കാര്യങ്ങളിൽ മെച്ചപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടുതലായിട്ട് പ്രോത്സാഹനവും നമ്മൾ നൽകിയാൽ അവൾ ആ വഴിയെ മുന്നേറിക്കൊണ്ടുപോകും. ഇനി ചില കുട്ടികൾ ഗണിതത്തിൽ ചിലപ്പോൾ പിന്നോക്കമാകുമ്പോഴും അവർ ഭാഷയിൽ വളരെ മിടുക്കരായിരിക്കും. അവർ നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് എഴുതും, നന്നായിട്ട് വായിക്കും. ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് പറഞ്ഞൊക്കെ അവതരിപ്പിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഭാഷാപരമായ ബുദ്ധിയുള്ളവരാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തി കൂടുതലായിട്ട് അവിടെയാണുള്ളത് കൊണ്ട് 10ാം ക്ലാസ്സിൽ നമ്മൾ എല്ലാ വിഷയവും അഡ്രസ് ചെയ്യണം, വേണ്ട എന്നല്ല പറഞ്ഞത്. എങ്കിൽ പോലും 10ന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ആ കുട്ടിക്ക് 11ലേക്ക് പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ചോയ്സ് എടുക്കേണ്ടതുണ്ടല്ലേ? ഞാൻ സയൻസ് എടുക്കണോ, മാത്തമാറ്റിക്സ് സയൻസ് എടുക്കണോ, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ തുടങ്ങിയ അവരുടെ തീരുമാനങ്ങളിൽ വേണ്ട വിധത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ മനസ്സിലാക്കണം. വേറെ ചില കുട്ടികൾക്ക് ബോഡി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, അവര് കായിക രംഗത്ത് മിടുക്കരായിരിക്കും, കായികപരമായ പ്രവർത്തനങ്ങളിൽ അവർ മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ ക്ലാസ്സിലൊരു ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ പറയുന്നത് എനിക്കൊന്ന് പിടിക്കാമെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറേ കുട്ടികൾ ഓടി വരും. അപ്പം അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ ബുദ്ധിശക്തിയുള്ളവരുണ്ട്. ബോഡി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. നമ്മൾ ചിലപ്പോൾ ഒരു ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ കുറച്ച് പുതിയ കുട്ടികളൊക്കെ വന്ന ഒരു അവസരത്തിൽ ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ മിക്കവരും എല്ലാവരും കൂടെ ഒരു ലീഡറിന്റെ പേര് പറയും. എന്തുകൊണ്ടാണ്? അദ്ദേഹം എനിക്ക് നിങ്ങളെല്ലാവരും ഒരു ലീഡറാക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. ആ കുട്ടി മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, ഇടപഴകിയിട്ടുണ്ടാവും, ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ സാമൂഹിക ചുറ്റുപാടുകളിലുള്ള അത്തരം അല്ലെ ടീം ലീഡറോ ഒരു കമ്പനിയുടെ സിഇഒയോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ ആ കുട്ടി നല്ല വിജയം വരിക്കാനായിട്ട് സാധ്യതയുണ്ട്. മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട്. നമുക്ക് ചിത്രയെ അറിയാം. ചിത്രയിലെ ഏറ്റവും വലിയ കഴിവെന്താണ്? സംഗീതമാണ്. ചിത്രയുടെ തൊഴിലെന്താണ്? അതും ആ ഫീൽഡിൽ തന്നെ.
ഇത്രയും ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. ഇതേപോലെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ചില കുട്ടികൾ ചിലപ്പോൾ അധികമായിട്ടൊന്നും സംസാരിക്കില്ല, അവർക്കതൊന്നും പറ്റില്ല. ചില കുട്ടികളോട് ലീഡർ ആവാമെന്ന് ചോദിച്ചാൽ ടീച്ചർ എനിക്കത് പറ്റില്ല, ടീച്ചർ എനിക്കതിനൊന്നും താല്പര്യമില്ല. പക്ഷെ അവൻ സ്വന്തമായിട്ട് ആലോചിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഗവേഷണ കുട്ടിയോടെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള കുട്ടിയായിരിക്കും. ഇതൊന്നും ഒരു കുറവല്ല. അതുപോലെ സ്പേഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെ പല അവാന്തര വിഭാഗങ്ങളുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ കുട്ടിയിൽ ഇതെല്ലാം ഒരളവ് വരെ എല്ലാവരും ഉണ്ടാകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഏതിലാണ് നമ്മുടെ കുട്ടി മികച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവളെ വേണ്ട രീതിയിൽ ഡയറക്റ്റ് ചെയ്യുകയും പിൽക്കാലത്ത് അവര് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യാം. ഞാനൊരു ചെറിയ ഉദാഹരണം ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നോക്കുകയാണ്. ആ കുട്ടിയുടെ വീട്ടിൽ എല്ലാവരും എഞ്ചിനീയേഴ്സ്, അച്ഛനും അമ്മ എഞ്ചിനീയർ, ചേട്ടൻ എഞ്ചിനീയർ, കസിൻസ് എഞ്ചിനീയർ, എല്ലാവരും മാത്തമാറ്റിക്സിൽ ഭയങ്കര മിടുക്കൻ. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സിന് ഒരു മിക്കവാറും ഒക്കെ തോറ്റുപോകുന്ന അവസ്ഥയാണ്. എന്നാൽ അവർ മലയാളത്തിനും ഹിന്ദിക്കും ഇംഗ്ലീഷിനും ഒക്കെ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ വീട്ടിൽ തൃപ്തിയുണ്ടോ? ഇല്ല. അവർക്ക് പറയാൻ പറ്റില്ല അവരുടെ കുടുംബത്തിൽ കണക്കിന് മോശമാണെന്ന് പറയാൻ. അത് കഴിഞ്ഞ് ഇവന്റെ ഈ സ്ഥിതി ഭയങ്കര വഷളായി, ഇവനെ മറ്റുള്ളവർ കളിയാക്കുന്നു, വിലയിരുത്തുന്നു, ഇങ്ങനെയെല്ലാം വന്നപ്പോൾ ഇവൻ ആകെപ്പാടെ ഡള്ളായി കഴിഞ്ഞാൽ നമുക്കറിയാം പല പ്രശ്നങ്ങളും. അങ്ങനെ ഇവരൊരു മനഃശാസ്ത്രജ്ഞനെ സമീപിക്കുകയും അദ്ദേഹം വേണ്ട സഹായമൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പഠനത്തിന് സാമാന്യം മെച്ചമൊക്കെ ആയി. ഇവന് 10ാം ക്ലാസ് താരതമ്യേന തരക്കേടില്ലാതെ പാസ്സായി. ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ നല്ല മാർക്ക് നേടി. കണക്കിന് വലിയ തെറ്റില്ലാത്ത രീതിയിൽ രക്ഷപ്പെട്ടു. പക്ഷെ വീണ്ടും പേരൻസ് ആലോചിക്കുന്നത് എന്താ? ഇവനെ എഞ്ചിനീയറിങ്ങിന്, കാരണം അവർക്ക് പറയാൻ പറ്റില്ല ഇവൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നില്ല എന്നുള്ള കാര്യം. അതിൽ കുറഞ്ഞൊരു കാര്യം ആലോചിക്കണം. പിന്നെ ഇദ്ദേഹം ഈ സൈക്യാട്രിസ്റ്റ് വളരെ കാര്യമായിട്ട് പേരൻസിനോട് പറഞ്ഞു. മനസ്സോടെ അവനെ ഹ്യൂമാനിറ്റീസ് എടുപ്പിച്ചു. ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ഡേയിൽ എന്ന് അദ്ദേഹത്തെ ആ കുട്ടി കാണാൻ വന്നതാണ്. നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായി അവരൊരു പേരുള്ള ഒരു കമ്പനിയിൽ വലിയൊരു ജോബ് കിട്ടി. അവൻ്റെ കൂടെ കണക്കിന് ഫസ്റ്റ് മേടിച്ച് എഞ്ചിനീയറിംഗ് മേടിച്ച് കുട്ടിക്കും ഇതേ ജോബ് തന്നെ അവിടെ കിട്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടിയെ നമ്മൾ അറിഞ്ഞ് അവനെ വേണ്ട രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അവൻ എന്നും നമ്മളോട് നമ്മുടെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ അവന് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. നമുക്കൊക്കെ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പലപ്പോഴും പലരും സമ്മതിച്ചിട്ടില്ല. അതൊക്കെ പറയുന്നത് കേൾക്കാം. ഞാൻ സംഗീതത്തിൽ പഠിക്കുകയായിരുന്നു, എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമായിരുന്നു, എനിക്ക് പാട്ട് അറിയാമായിരുന്നു, എനിക്കിനി പഠിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ചില വലിയച്ഛന്മാരും വല്യമ്മമാരും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അരങ്ങകത്ത് വരുന്നതാണ് അല്ലേ. അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാണ്ട് അവരുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മളവിടെ കണ്ടത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ പഠന രീതിയിലുമുണ്ട് വ്യത്യാസം. സാധാരണ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം എല്ലാ കുട്ടികളോടും പറയും, ഉറക്ക വായിക്കണം അല്ലേ. നീ ഇവിടെ ഇരുന്ന് പഠിക്കുക, നീ അവിടെ ഇരുന്ന്, നീ നിന്റെ കാര്യം നോക്കാം, നീ നിന്റെ കാര്യം, ഇങ്ങനെയൊക്കെ പറയും. എല്ലാ കുട്ടികളും ഇങ്ങനെ ഉറക്ക വായിക്കാൻ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ലേണിംഗ് സ്ട്രാറ്റജിയിലും വ്യത്യാസമുണ്ട്. ചില കുട്ടികൾക്ക് ഉറക്ക വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. ചില കുട്ടികൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മുഴുവൻ കാര്യം തന്നെ ആ ടീച്ചർ പറഞ്ഞത് ഉണ്ടെങ്കിൽ മനസ്സിലാക്കും. പിന്നീട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അങ്ങനെയുള്ള കുട്ടികൾ ഹൈലി ഓഡിബിളായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുതകളെ നമ്മളെ സംശീകരിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ. എങ്ങനെയൊക്കെയാണ്? കണ്ട്, കേട്ട്, രുചിച്ച്, മണത്ത്, തൊട്ട്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മുടെ വേഗത്തിൽ സംശയിക്കും. ചില ഇന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമായിരിക്കും. അപ്പം ചില കുട്ടികൾ കേട്ട് പഠിക്കും, അവർ ഹൈലി ഓഡിബിളാണ്. ചില കൂട്ടുകാരെ ചിലപ്പോൾ നിങ്ങളുടെയും കാണും. അതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയും, നമ്മളൊന്ന് പറഞ്ഞു കേൾപ്പിച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോയി ഒരു നല്ല മാർക്ക് പഠിച്ചോളൂ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ അപ്പം കേട്ട് വായിക്കാനുള്ള അവരാണ് ഉറക്ക വായിച്ചാലും കൂടുതലായിട്ട് കേൾക്കും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കും. ഓൺലൈൻ ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ കേട്ടാൽ അവർക്ക് കൂടുതലായിട്ട് പ്രയോജനപ്പെടും, പെട്ടെന്ന് സംശീകരിക്കും. എന്നാലും ചില കുട്ടികൾ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് വീഡിയോസൊക്കെ കൊണ്ട് കാണിക്കും. എന്തിനാണെന്ന് നമുക്കറിയാം. നമ്മളൊരാളെ കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളോടൊരാളെ കുറിച്ച് ഓർക്കാൻ പറയുമ്പോൾ നിങ്ങൾ അയാളുടെ രൂപമായിരിക്കും ചിലർ ഓർക്കുക, ചിലർ അയാളുടെ ശബ്ദം
ശബ്ദമായിരിക്കും ഓർക്കുക, ചിലരുടെ അയാളുടെ സ്പർശനമായിരിക്കും ഓർക്കുക. ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. എന്ത് പറഞ്ഞതുപോലെ ചിലർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ രൂപം അങ്ങോട്ട് മനസ്സിലേക്ക് പിടിച്ചെടുക്കും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ആ രീതിയിൽ വേണം പരിശീലിപ്പിക്കാൻ. അപ്പം സോഷ്യൽ സയൻസിൻ്റെ ഒരു എസ്സേ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം 2ാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു മൈൻഡ് മാപ്പിംഗ് എന്ന് പറയും. ഇങ്ങനെ ഒരു പടമൊക്കെ വരപ്പിച്ചിട്ട് ഇതിൽ പങ്കെടുത്ത രാജ്യങ്ങൾ, ഇതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചാർട്ട് പോലെയൊക്കെ എഴുതി ഒക്കെ ഒന്ന് പല കളർ പേനായും ഒക്കെ ഒന്ന് എഴുതി ചിത്രങ്ങളാക്കിയൊക്കെ ഒന്ന് വെച്ച് ആ കുട്ടിയെ കൊണ്ടൊന്ന് നിർമ്മിപ്പിച്ച് നോക്കിക്കുക. ആ കുട്ടി ഒരിക്കലും അത് മറക്കില്ല. എങ്ങനെയുള്ള കുട്ടി? കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടി. ഇനി പണ്ട് കാരണവന്മാരെ പറയുമല്ലേ, ഇവനൊക്കെ കണ്ടാലും അറിയില്ല, കേട്ടാലും അറിയില്ല, പിന്നെ എങ്ങനെയേ അറിയൂ? കൊണ്ടാലേ അറിയൂ. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആ രീതിയിലുള്ള കുട്ടികൾ, അവരോടാണ് നമ്മൾ എഴുതി പഠിക്കാൻ പറയുന്നത്, സാധനങ്ങൾ നിർമ്മിച്ച് പഠിക്കാൻ പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്. ഇതെല്ലാം എല്ലാവർക്കും സ്വീകാര്യമാണ് കേട്ടോ. ഈ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. എങ്കിലും കൂടുതലായിട്ട് ചില ആൾക്കാർ ചില കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും നിരീക്ഷിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും കുട്ടികളോട് മോഡൽസ് ഉണ്ടാക്കാൻ പറയുകയും എഴുതി പഠിക്കാൻ പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതേ രീതിയിലുള്ള പഠനത്തിന്റെ വ്യത്യാസം. അപ്പൊ നമ്മുടെ കുട്ടി ശരിയായ രീതിയിലാണോ പഠിക്കുന്നത്, ഒരു മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അവൻ ശരിയായ രീതിയിലാണോ പഠിക്കുന്നത് എന്നൊന്ന് നോക്കിക്കോളൂ. പിന്നീട് വേറെ ചില കാരണങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കാണുന്ന അടിസ്ഥാനമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. പല കുട്ടികൾക്കും എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, പദസമ്പത്തില്ല, ഗണിതശാസ്ത്രത്തിന്റെ കണക്കിന്റെ പ്രാഥമിക പാഠങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒന്നും അറിഞ്ഞൂല. നമ്മുടെ ഒരു ലോക ചരിത്രത്തെ തന്നെ ADBC എന്നുള്ളതിനേക്കാൾ ഇപ്പം അറിയുന്നത് കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും ആ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ കൂടെ എൻ്റെ കുട്ടി കടന്നു വന്നതിൻ്റെ ഒരു പരിണിത ഫലമാകാം. വേണ്ട രീതിയിൽ വേണ്ട പിന്തുണ കൊടുക്കാൻ രക്ഷാകർത്താക്കൾ എന്ന നിലയിൽ നമുക്ക് പറ്റാഞ്ഞത് കൊണ്ടാകാം. എന്താണെങ്കിലും ഇത്തരം ബലഹീനതകൾ നിങ്ങളുടെ കുഞ്ഞിന് കാണുന്നുണ്ടെങ്കിൽ എഴുതാൻ വായിപ്പിച്ച് നോക്കണം, വീട്ടിൽ എഴുതിപ്പിച്ച് നോക്കണം. അതൊരു കർശന സ്വഭാവത്തോടെ അല്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഈ രീതിയിൽ ഉള്ള കുട്ടിയുടെ പിന്നോക്കാവസ്ഥ പരിഹരിച്ച് കൊടുക്കാതെ വലിയ നല്ല മാർക്ക് മേടിക്കണം എന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഗണിതശാസ്ത്ര പഠനവരെ ഏണിപ്പടി കയറുന്നത് പോലെ താഴത്തെ 3 പടി കയറാതെ എടുത്ത് ചാടാൻ നോക്കിയാൽ താഴോട്ട് വീഴുകയുള്ളൂ. അപ്പൊ അത് നമ്മുടെ കുഞ്ഞ് പഠിക്കാത്തതിൻ്റെ ഒരു കാര്യമാണ്, അവന് ശരിയായ അടിസ്ഥാന കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ളതാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ക്ലാസ്സിൽ വന്ന് ചുമ്മാ ഇരിക്കുന്നത് നമ്മൾ നമിക്കണം. കാരണം ഒന്നും മനസ്സിലാവുന്നില്ല, എഴുതാനോ എതിരെ വായിക്കാനോ അങ്ങനത്തെ കാര്യം. ഇനി ഈ കാര്യം തന്നെ വേറെ ചില പ്രശ്നങ്ങൾ, വേറെ ചില അവസ്ഥകളുണ്ടാകും. ബുദ്ധിപരമായ പിന്നോക്കാവസ്ഥ, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, പിന്നെ ADHD എന്നൊരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയും പിരിവിരിപ്പന്മാർ അല്ലേ, പല കുട്ടികളും പിരിവിരിപ്പന്മാർ. അങ്ങനെ 2-3 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ ടീച്ചറിന് നല്ല സുഖമാണ്. അത് ഓടുന്നു, ചാടുന്നു, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, ഉറക്ക വിളിച്ച് പറയുന്നു, ചോദിക്കുന്നതിന് മുമ്പേ വിളിച്ച് പറയുന്നു. ഒരാളിൽ ഒരു മോട്ടർ ഘടിപ്പിച്ചിട്ട് എങ്ങനെയാണോ അതേപോലെ ഓടി നടക്കുന്ന കുട്ടികളുണ്ട്. ചെറിയ ക്ലാസ്സുകളിലാണ് കൂടുതൽ, വലിയ ക്ലാസ്സിലാവുമ്പോൾ കുറച്ച് അവരത് മാനേജ് ചെയ്യാൻ പഠിക്കും. ഇങ്ങനെ കാണുന്ന എല്ലാ അവസ്ഥയും ADHD ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളെ കുറിച്ച് പറയാനുള്ള അറിവേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മുടെ കുട്ടിക്ക് നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മളൊരു കുട്ടിയെ കടയിൽ വിടുക, 4 സാധനങ്ങൾ പറഞ്ഞു, 3 സാധനമേ അവൻ മേടിക്കുള്ളൂ, 4ാമത്തേത് അവന് മറന്നുപോയി. മറന്നു പോകുന്നവന് ഓർമ്മശക്തിയുടെ കുറവ് കൊണ്ടല്ല, അവൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് കാണുകയും നിങ്ങളുടെ കുട്ടിയുടെ അധ്യാപിക അത് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചോളൂ. അവർ വേണ്ട രീതിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തലച്ചോറിൽ ഡോപ്പമിൻ്റെ കുറവ്, പിന്നെ ഇവരുടെ വലത് ഭാഗങ്ങളുടെ ആ ഒരു സന്തുലിതാവസ്ഥയുടെ ഒരു കോർഡിനേഷൻ്റെ കുറവ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. അത് ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇത്തരം അവസ്ഥകളുള്ള പലരുമാണ് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരും കവികളും ഒക്കെ. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. ചില കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല, ചില കുട്ടികൾക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല, എഴുതുമ്പോൾ മാറിപ്പോകും, 9, 6 മാറിപ്പോകും അല്ലേ. അങ്ങനെ പല കാര്യങ്ങൾ, അക്ഷരങ്ങൾ മാറിപ്പോകുന്നവരുണ്ട്. ചെറിയ ക്ലാസ്
ക്ലാസ്സുകളിൽ മാറിപ്പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അക്ഷരം ഉറയ്ക്കാത്ത കാലത്ത് എല്ലാ കുട്ടിക്കും ഇതുണ്ടാവും. അപ്പോൾ ഇത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. പിന്നെ ഡിസ്കാൽക്കുലിയ, കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെയും നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഇപ്പം ഉള്ളത്. മുഖ്യധാരയിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പം നമ്മുടെ സ്കൂളിലാണെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ഈ അധ്യാപകർ ചൂണ്ടിക്കാണിച്ചാൽ മാതാപിതാക്കൾ അതിനെ നിരീക്ഷിക്കുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട പിന്തുണ കൊടുക്കുവാനായിട്ട് ഇവിടെ 1-2 ദിവസങ്ങളിൽ 2 ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു അധ്യാപിക വരുന്നുണ്ട്. PRCയിൽ നിന്ന് പ്രത്യേക ട്രെയിനിങ് കിട്ടിയ അധ്യാപിക വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുട്ടിയെ സഹായിച്ചു കൊടുത്താൽ കുട്ടി ഒരു മെയിൻ സ്ട്രീമിനൊപ്പം തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിഫറൻറ്റ് പല രീതിയിലുള്ള രക്ഷാകർതൃത്വമുണ്ട്, പേരൻറ്റിംഗ് ഉണ്ട്. എൻ്റെ അച്ഛന് എന്നെ മരത്തെ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും എൻ്റെ മക്കൾ, ഞാൻ അതുകൊണ്ട് നന്നായി, അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളെ അങ്ങനെയാണ് വളർത്തുന്നതെന്ന് പറഞ്ഞ് ഇൻസ്റ്റൻറ്റീവ് പേരൻറ്റിങ്ങോ അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്, അതോറിറ്റേറിയൻ പേരൻറ്റിങ്, ഏകാധിപത്യം. എന്താണ് പഠിക്കേണ്ടത്, ഏത് വിഷയം പഠിക്കണം, ഏത് കോഴ്സ് എടുക്കണം, ആരെ കല്യാണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ അല്ലെങ്കിൽ അമ്മയൊക്കെ തീരുമാനമെടുക്കുന്ന ഒരവസ്ഥ കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു. ഏകാധിപത്യ പ്രവണതയാണ്. കഠിനമായ ശിക്ഷ, എന്തെങ്കിലും ചെയ്തെങ്കിൽ കഠിനമായ ശിക്ഷ, കുട്ടിയുടെ യാതൊരു പ്രത്യേകതയും മനസ്സിലാക്കാതെ എല്ലാവരെയും ഒരേ കണ്ണിൽ കൂടെ കാണുക. ഇപ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുകയും വേറൊരു കുട്ടിക്ക് അത്ര മെച്ചമായ പെർഫോമൻസ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവനെ പോലെ തന്നെ കായിക്കൂടെ എന്ന് അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ. അപ്പം ഈ രീതിയിലുള്ള പേരൻറ്റിങ് അത്ര സ്വീകാര്യമായ പേരൻറ്റിങ് അല്ല. അതേപോലെ ചിലർ കുട്ടികൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ട് കെട്ടഴിച്ചു വിട്ടു. എന്താണ് തന്നോടൊപ്പമായാൽ പിന്നെ അവനെ നമ്മൾ തന്നെ പോലെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളും ഇപ്പം കുട്ടി ഇങ്ങനെ പലരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കും, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കും, ഇഷ്ടമുള്ള പ്രത്യേകിച്ച് ആൺകുട്ടികൾ, പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണ്. പെൺകുട്ടികളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഒക്കെ പോയി പല ശരിയല്ലാത്ത ബന്ധങ്ങളിൽ പെടാനും ശരിയല്ലാത്ത ശീലങ്ങൾ വളർത്താനും ഒക്കെയുള്ള കാര്യം. പിന്നെ നെഗ്ലക്റ്റഡ് പേരൻറ്റിങ്, ഒരു കുട്ടിയെ ഒരിക്കലും ഒന്നിനും സഹായിക്കാതിരിക്കുക. കുട്ടിയെ എന്താണ് ചെയ്യേണ്ട യാതൊരു ഉത്തരവാദിത്വം അതിനെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. അങ്ങനത്തെ പേരൻസ് ആരും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്നൊരു സംഭവം ഇതാണ്. ഹെലികോപ്റ്റർ പറന്ന് നടക്കുന്ന പോലെ ഒരു കുട്ടിയുടെ പുറകെ ഇങ്ങനെ നടക്കുക. അവന് എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ നോക്കിയാലും എന്ത് ചെയ്താലും അവനൊരു നിരീക്ഷണ ബുദ്ധിയോടെ, ഒരു വിമർശന ബുദ്ധിയോടെ എപ്പോഴും അവൻ്റെ പുറകെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ചില പേരൻസ് ഉണ്ട്. ഹെലികോപ്റ്റർ പേരൻറ്റിങ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത് എന്താണ് നാർസിസിസ്റ്റിക് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ അല്ലെ മക്കളെ തനിക്ക് വേണ്ടി തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മക്കളെ ഉപയോഗിക്കണം. അങ്ങനെ പല രീതിയിലൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള പേരൻറ്റിങ് ഏതാണ്? അതാണ് ജനാധിപത്യ ശൈലിയിലുള്ള പേരൻറ്റിങ്. അപ്പം ജനാധിപത്യ ശൈലിയിലുള്ള പേരൻറ്റിങ്, ജനാധിപത്യം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അവിടെ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളെ കേൾക്കുന്നു. ക്വാളിറ്റി ടൈം നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ കുട്ടിക്ക് ആവശ്യത്തിന് സമയം മാതാപിതാക്കൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു അബദ്ധത്തിലേക്ക് പോയി ചാടിയെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോൾ ക്വാളിറ്റി ടൈം 1-2 മണിക്കൂർ എല്ലാ ദിവസവും സ്ഥാപിക്കുമെങ്കിൽ, ആഴ്ചയിൽ അതിന് ഒട്ടുമേ സാധിക്കില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും. പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ പേരൻസ് വെളിയിലാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിക്കാം. എങ്ങനെയെങ്കിലും മക്കളുമായിട്ട് നിരന്തരമായ ബന്ധത്തിലിരിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അവരുടെ വിഷമങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഇടയിൽ കൂടെ വളരെ കൗശലത്തോടെ ചില നിർദ്ദേശങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന അച്ഛനും മക്കളും ഒക്കെ കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നോട് കുട്ടി പറഞ്ഞു ഉപദേശമാക്കിയത്. പിന്നെ കുറേ നേരം ഉപദേശം, ആർക്കെങ്കിലും ഉപദേശം കേൾക്കാറുണ്ടോ? നിങ്ങൾക്ക് തന്നെ ഉപദേശം കേൾക്കാനില്ല. പല പേരൻസും ഈ PTA മീറ്റിങ്ങിന് പോലും വരാത്തത് ഈ ഉപദേശം കേൾക്കുന്ന വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. അത് ഇന്ന് ആരും അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യമോ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ പ്രശ്നം അങ്ങനെയായി അത് വേറൊരു ലെവലിലേക്കൊക്കെ പോകുന്ന ഒരു
സംഭവമായിട്ടൊക്കെ മാറാറുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കുക. പിന്നെ നമുക്ക് പിന്നെ കുട്ടികൾക്ക് ചില കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കണം. ചില ഡ്യൂട്ടീസൊക്കെ അവരെ നമ്മൾ ഏൽപ്പിക്കണം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പെൺകുട്ടികളുള്ളവരാണെങ്കിൽ, ആൺകുട്ടികളും പെൺകുട്ടികളും വൈകുന്നേരം പാത്രം കഴുകണം. എല്ലാ ദിവസവും വൈകുന്നേരം പാത്രം കഴുകുന്ന ജോലിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ദിവസം പാത്രം കഴുകി, 2 ദിവസം പാത്രം കഴുകി, കൊള്ളാം, നമ്മൾ അവിടെ അഭിനന്ദിച്ചു. 3-ാമത്തെ ദിവസം നമ്മൾ നോക്കിയപ്പോഴാണ് ഭയങ്കര പഠിത്തം, ഭയങ്കര കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പാവം വെച്ച് ഇത് നന്നായിട്ട് പഠിക്കുന്നു. അപ്പോൾ അവളോട് പറയുന്നത് ഞാൻ കഴിയിക്കണം. 3-ാമത്തെ ദിവസം അവൾ വീണ്ടും എന്ത് ചെയ്യും? പാത്രം കഴുകുമോ പഠിക്കുമോ? നമ്മളൊരു ജോലി അസൈൻ ചെയ്താൽ ആ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഏറ്റക്കുറിച്ചുകളൊക്കെ നമ്മുടെ ബുദ്ധിപരമായ തീരുമാനത്തിൽ നമുക്ക് ചെയ്യാം. എന്നിരുന്നാൽ പോലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ കൗശലക്കാരാണ് നമ്മുടെ മക്കൾ. അവർക്ക് നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. തീരെ കൊച്ചിലെ നമ്മൾ പറയുന്നതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. ഒരു 13 വയസ്സായാലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എല്ലാം സത്യമാണെന്ന് വിചാരിക്കും. ടീച്ചർമാർ പറയുന്നത് എല്ലാം സത്യമാണെന്ന് വിചാരിക്കും. ടീച്ചർമാരുടെ തെറ്റെഴുതി കൊടുത്താലും വീട്ടിൽ നിന്ന് അമ്മ എത്ര പറഞ്ഞാലും അത് തെറ്റുപറ്റാൻ അധ്യാപകർക്ക് സമ്മതിക്കില്ല, അല്ലേ? അപ്പം അങ്ങനെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവർ നമ്മളെങ്ങനെ നോക്കുക, അമ്മ ഇങ്ങനെ ഒന്നും തന്നെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അമ്മ ആ ചുരിദാർ എപ്പോഴും വന്നാൽ മതി, അല്ലേ? അമ്മ നന്നായിട്ടൊക്കെ വന്നേക്കണം കേട്ടോ, എൻ്റെ കൂട്ടുകാരൊക്കെ കാണുന്ന, എൻ്റെ കൂട്ടുകാരെ അമ്മ, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും അവർ വളരെ ശ്രദ്ധിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുട്ടികളോട് വലിയ കാര്യത്തിലൊക്കെ അഭിപ്രായം ചോദിക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഒരു സംശയമുണ്ട്. നമ്മുടെ ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് അവിടെ ഒന്ന് കളിക്കുവാണെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ പറയും, നോക്കിക്കേ എനിക്കൊക്കെ ഈ പിള്ളേരുടെ കളിക്കുന്നു, ഓത്തുപോലെ വളർന്നല്ലോടി എന്നൊക്കെ നമ്മൾ പറഞ്ഞതിരിക്കും. പക്ഷേ ഇവന് വീട്ടിലെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു അഭിപ്രായം പറയാം. വീട്ടിലൊരു വണ്ടി മേടിക്കണം. അപ്പോൾ എന്ത് വണ്ടിയാണെന്ന് പറയുമ്പോൾ അച്ഛാ ഇന്ന വണ്ടി മേടിച്ചാൽ കൊള്ളാൻ കേട്ടോന്നൊക്കെ പറയുമ്പോൾ പിള്ളേരോടായിരുന്നു അഭിപ്രായം ചോദിച്ചത്, നീയൊക്കെ പോയിട്ട് പഠിക്കും. അപ്പോൾ ഈ കുട്ടി കൊച്ചാണോ വലുതാണോ? അത് വലിയ കൺഫ്യൂഷനാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി ടൈമിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമുക്കൊരു പുതിയ വണ്ടി വാങ്ങിക്കാനായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരോട് കൂടി അഭിപ്രായം ചോദിക്കണം. ചിലപ്പോൾ അവൻ വലിയ വലിയ അഭിപ്രായം ലംബോർഗിനി മേടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ പറയും, എടാ നിൻ്റെ അച്ഛൻ ഇത്ര വരുമാനം, നിൻ്റെ അമ്മയ്ക്ക് ഇത്ര വരുമാനം, നമുക്ക് എല്ലാവർക്കും കൂടെ ഇത്ര. അപ്പം നമ്മളിങ്ങനെ ഒരു വണ്ടി മേടിച്ചാൽ നമുക്ക് EMI ഇത്ര ഒക്കെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തെറ്റിച്ചുവിടേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നിനക്ക് ഹയർ സ്റ്റഡിക്ക് പുറത്തോട്ട് പോകാൻ പറ്റിയില്ലെന്ന് വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ പറയും ഏത് പാട്ടത്തിന്റെ ഇത് മേടിച്ചാലും മതി. എന്നാലും അവനെ നമ്മളൊന്ന് പരിഗണിച്ചല്ലോ, അത് അവന് വലിയ സന്തോഷമാണ്. പിന്നെ കുട്ടികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക. അപ്പം നമ്മളിങ്ങനെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ പ്രോത്സാഹനം കൊതിക്കുന്നവരില്ല, ദൈവം പോലും പുകഴ്ച ആഗ്രഹിക്കുന്നതാണ്, അല്ലേ? അപ്പം നിസ്സാരരായ മനുഷ്യന് നമ്മളൊരു നല്ല ലേഡീസ് ആണെങ്കിൽ ഒരു നന്നായിട്ട് സ്വയം തയ്ച്ച് നല്ല ചുരിദാറൊക്കെ ഇട്ടോളൂ, നമ്മളിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ടോ, ഇതാരാ തയ്ച്ചേ, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം. അതുപോലെ കുട്ടികളുടെ പല കാര്യങ്ങളെ, അതുപോലെ കുട്ടികളെ താരതമ്യം ചെയ്യരുത്. നമ്മളെ താരതമ്യം ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇപ്പം എൻ്റെ ഭർത്താവ് എന്നോട് പറയുവാണ്, അടുത്തുള്ള ആ റാണിയാൻ്റെ വീട്ടിലെ മീൻകറി എത്ര നല്ലതാണ്, നീ വെക്കുന്ന എന്തിനു കൊള്ളാം. ഒരു ദിവസം പറഞ്ഞ് കുഴപ്പമില്ല, 2 ദിവസമായി 3 ദിവസമായി കഴിയുമ്പോൾ നമ്മളെന്ത് പറയുന്നത്, നിങ്ങൾ അവിടെ പോയി കഴിച്ചോളാൻ പറയും. നമുക്കും ഇഷ്ടപ്പെടത്തൊന്നുമില്ല, അല്ലേ? ഈ താരതമ്യം എന്ന് പറയുന്നത് കുട്ടികൾക്കൊട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അവരെ വല്ലാതെ മുറിവേൽപ്പിക്കും. പ്രത്യേകിച്ച് ഈ വളരുന്ന പ്രായത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശാരീരിക അവസ്ഥകൾ അവർ താരതമ്യം ചെയ്യും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് ചില ചിത്രങ്ങളും ചില നടിമാരെയും നടന്മാരെയും ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് താരതമ്യം ചെയ്യും. കൂട്ടുകാരെ നോക്കും, എനിക്കത്ര ദുഃഖമില്ല, എനിക്കത്ര വണ്ണമില്ല, അല്ലെങ്കിൽ എൻ്റെ പിന്നെ ശാരീരിക വളർച്ചയൊന്നും അത്ര ശരിയാവുന്നില്ലല്ലോ, ഇനി അതിൻ്റെ കൂടെ ആരെങ്കിലും ഒരു കമൻറ്റും കൂടെ പറഞ്ഞാൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ച പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. ഒന്നാമത് അവൻ്റെ പാരമ്പര്യം, അച്ഛനും അമ്മയും. രണ്ടാമത് അവൻ്റെ ഭക്ഷണക്രമം, അല്ലേ? ഇങ്ങനെ പല കാര്യങ്ങളെയും ആശ്രയിച്ചാണ് ഒരു കുട്ടിയുടെ വളർച്ചയിരിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾ കുറച്ച് താമസിച്ചായിരിക്കും മച്ചുറാകുക. അങ്ങനെ അതൊക്കെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, അതുപോലെ തന്നെ പഠനത്തെക്കുറിച്ചും പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മളിത് പറയണം. ഞാൻ മുഴുവൻ പറയാൻ നേരമില്ല, എന്നാലും ഹന്ന എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് ഓർക്കുകയാണ്. അവർക്ക് കണ്ണ് കാണത്തില്ല. അപ്പോൾ ആ പെൺകുട്ടിയെ അവരുടെ അമ്മ അപ്പോൾ അവിടെ കാണുമ്പോൾ
അത് കഴിഞ്ഞ് അവിടെ പാട്ട് പാടാൻ മാത്രമേ സ്കൂളുകാർ അവർക്ക് അവസരം കൊടുക്കുള്ളൂ. കാരണം ഈ കണ്ടു വളർന്നില്ലാതെ നടക്കില്ലേ. പക്ഷെ ഇവർക്കെല്ലാം ചെയ്യണമെന്നറിയാം. അവിടെ അമ്മ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് ഇപ്പോൾ അവിടെ വിദേശത്ത് പോയി പഠിക്കുകയാണ്. നമ്മുടെ പ്രോത്സാഹനം കൊണ്ട് നമ്മൾ അങ്ങനത്തെ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്താണ് പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച സമയത്ത് മത്സരബുദ്ധി വളരെയധികം ഈ കമ്പാരിസന്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അടുത്തൊരാൾ നല്ലൊരു വീട് വെച്ചപ്പോൾ നമ്മൾ പറയും നല്ല സൂപ്പറാണ്, ഒരു നല്ല കള്ളക്കടത്തിൽ ഉണ്ടാക്കിയത് ഇച്ചിരി കുശുമ്പും കൂടെ പോയി അതിൻ്റെ കൂടെ അല്ലേ ചക്കല അല്ലെങ്കിൽ നല്ല ഫസ്റ്റൊക്കെ വാങ്ങിച്ചൊക്കെ കാണിക്കുക അപ്പോൾ വല്ല കോപ്പി അനുസരിച്ചായി. അപ്പം ഈ കുട്ടി ഇത് ധരിക്കുന്ന വേറൊരു ഏത് വിധേനയും വിജയിച്ചാൽ അഭിനന്ദനം കിട്ടും. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിതിങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു സെൻസർ വെച്ച് ഇരിക്കുവാണ് കുട്ടികൾ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇവിടെ ഒറ്റ കുട്ടികൾ കുറേ അധികമുണ്ട്. ഒറ്റ പെൺകുട്ടികളായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പിന്നെ നമ്മൾ പ്രത്യേകം അവരെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് മാതാപിതാക്കൾ നല്ല കൂട്ടായിരിക്കും. അവർക്ക് വേറെ ആരോടും സംസാരിക്കാനില്ല. അവർക്ക് നല്ല ബന്ധങ്ങൾ നല്ല കൂട്ടുകാരെയൊക്കെ നമ്മൾ പിന്നെ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾ ഈ പ്രായത്തിൽ ഇങ്ങനെ സങ്കല്പിക്കും, ഞാനിപ്പോൾ ടീച്ചറായ എങ്ങനെയാണ്, ഡോക്ടറായ എങ്ങനെയാണ്, അല്ലെ ഞാനിപ്പോൾ പോലെ കച്ചവടക്കാരനായാൽ എങ്ങനെയാണ്. ഇങ്ങനെ പല റോളുകളിൽ അവനെ വെച്ച് നോക്കി അവസാനം അവന് യുക്തമായ ഒരെണ്ണത്തിലേക്ക് അവൻ മാതാപിതാക്കളുടെ ബുദ്ധിപരമായ സഹായത്താൽ എത്തിച്ചേരുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ജീവിതം വിജയമാണ്. എന്നാൽ നേരെ മറിച്ച് ഒരാൾക്ക് പണ്ട് കാലത്ത് ഡോക്ടറാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യമോ ഇല്ലായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പഠിപ്പ് നിർത്തേക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു കുട്ടി ഉണ്ടായപ്പോൾ മുതൽ ആലോചിച്ചത് എന്താ ഇവനെ ഡോക്ടറാണ്. അപ്പം ഇവനിത് മാത്രമേ കിട്ടുള്ളൂ. ആ രീതിയിൽ ഇവനെ കൊണ്ടുവന്ന് അവസാനം ഇവന് ജീവിതത്തിൽ അവന് ആ രീതിയിലുള്ള കഴിവുകളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്കും മാനസിക വ്യതയിലേക്കും മാനസിക രോഗത്തിലേക്കും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ മാനസിക രോഗങ്ങളുടെയും വേരുകൾ കൗമാരപ്രായത്തിലാണ് കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, എല്ലാ മാനസിക രോഗങ്ങളുടെയും വേരുകൾ കൗമാരപ്രായത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ അപ്പോൾ ആ രീതിയിൽ വളർത്തപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു സ്ഥലത്തും ചെന്ന് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയുവാനോ ഒന്നും സാധിക്കില്ല. ഒരിടത്തും ഒന്നും നേടാത്തവരായിട്ട് ചിലപ്പോൾ അവർ തല വിളിച്ച് നടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അതേപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ കൂട്ടുകാർ, ഫ്രണ്ട്സ്. ആരാണ് നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇപ്പോഴത് വലിയൊരു കാര്യം അല്ലായിരിക്കാം, എങ്കിലും മുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചില ഫ്രണ്ട്ഷിപ്പുകൾ നിസ്സാര കൂട്ടുകളല്ല. ചിലപ്പോൾ ഒരു നാർസിസ്റ്റിക് അല്ലെങ്കിൽ നമ്മളെ മുതലെടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ചില കുട്ടികൾ രണ്ട് കുട്ടികൾ ഒരു ദൂരപ്രദേശത്ത് പഠിക്കാൻ പോയി. അതിലൊരു കുട്ടി അവിടെയുള്ള ഒരു കുട്ടിയുമായിട്ട് കമ്പനിയായി. രണ്ടും ആൺകുട്ടികൾ. അവർ ഏകദേശം വീട്ടിൽ ഭയങ്കര പട്ടാള ചിട്ടയായിരുന്നുകൊണ്ടുള്ള ഒരു സ്ഥലത്തൊന്നും പോയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കഴിയുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കാന്നുള്ളത് അല്ലേ. സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അവസാനം പരീക്ഷ വന്നപ്പോൾ പഠിച്ചോണ്ടിരുന്നപ്പോൾ മറ്റേ കുട്ടിയെ ഫോണിൽ വെച്ചാണ് ഇവിടം വരെയെന്ന് പോകണം. ഇവൻ പോവോ ഇല്ലേ, ഇത്തിരി പഠിക്കാനുണ്ട്, ഇവൻ തല കുട്ടി മറിഞ്ഞ് പഠിക്കുവാണ്, എന്നാലും ചന്ദ്ര പ്രോയല്ലേ വിളിച്ചത് പോകൂ അല്ലേ. പക്ഷെ അവിടെ ചെന്നപ്പോൾ മറ്റേ കുട്ടി പറയാം ഇല്ലേലും എനിക്കറിയായിരുന്നു ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന്. വിധേയരായിത്തീരുന്ന കൂട്ടുകെട്ടുകളും ഉണ്ട്. അപ്പം എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് കുട്ടികളെ, നോ എന്ന് പറയാനായിട്ട് കുട്ടികളെ, ബി അസർട്ടീവ് എന്ന് പറയും, നോ എന്ന് പറയാനായിട്ട് കുട്ടികളെ, അതായത് സ്പർശനത്തിൽ, നോട്ടത്തിൽ, വാക്കിൽ എല്ലായിടത്തും നോ എന്ന് പറയാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ക്രഷ്, പിള്ളേർക്ക് പെട്ടെന്ന് ഒരു അഭിനിവേശം, അത് പെട്ടെന്ന് അങ്ങ് പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ റൊമാൻസ് അല്ലേ, പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഇന്ന് ഇത്രയും നാൾ ജനിച്ചിട്ടുള്ളവർക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും ഈ ജീവിക്കാൻ പോകുന്നവർക്കും എല്ലാം ഉള്ളൊരു വികാരമാണ്. അമ്മ ആയിരുന്നപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു, അച്ഛൻ പഠിച്ചപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അമ്മയോട് അമ്മ പറയാം, എന്നെ കുറേ പേര് കമന്റ് അടിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തമ്മ, അല്ലെങ്കിൽ കുറേ പേര് എന്നോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ
ആരെയും മൈൻഡില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരവരുടെ വഴിക്ക് പോയി. അപ്പം ഇതിനൊക്കെ ഇത്രയേ വിലയേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ചെറിയ ആന്തോളനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലും ഉണ്ടാകാം. അത് വേണ്ട വിധത്തിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പക്വതയോടെ പെരുമാറാനുള്ള പ്രായമാകുമ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ള കുട്ടികൾക്ക് മുൻകരുതലൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ലാസ്റ്റ് കുട്ടികളെ വളരെ മോശം രീതിയിലേക്ക് കൊണ്ടുപോയി അവരെ അത് നമുക്ക് മൊബൈലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് ഒരു പകയുടെ കാര്യമാണ്. പെൺകുട്ടികളുടെ ഈ മനസ്സ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഒരാളെ ഇഷ്ടമാണെന്ന് തോന്നിയാൽ ഈ പ്രായത്തിൽ കേട്ടോ, ഈ പ്രായത്തിൽ കുറേ നാളെ കഴിയുമ്പോൾ ചിലപ്പോൾ വേറൊരാളെ കാണുമ്പോൾ ആ ചേട്ടനെ കണ്ടാൽ മോഹൻലാലിനെ പോലെ ഇരിക്കാതെ, മോഹൻലാലൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേരെ അല്ലേ. അപ്പോൾ ആരാളും അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഇഷ്ടങ്ങൾ. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല, അവരിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ പകയൊക്കെ ഉണ്ടാകുന്നത്. ഈ പകയൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൺകുട്ടികളെ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിന്നെ പോലെ തന്നെ നിന്റെ പെണ്ണുക്കും ജീവിക്കുവാനും വളരുവാനും അഭിപ്രായം പറയുവാനും പഠിക്കുവാനും സഞ്ചരിക്കുവാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. അവൾ ആരുടെയും അടിമയല്ല എന്നുള്ളത് അവനെ മനസ്സിലാക്കി തരുന്നു. കാരണം ഇന്നത്തെ പെൺകുട്ടികളെയൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. അവരെ ഒരു തൊഴിൽ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കുന്നുണ്ട്. അവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അവരൊന്നിനും പുറകോട്ടല്ല. അപ്പം ഈ ആൺകുട്ടികളെ, ചില വീട്ടിലെ ആൺകുട്ടികളുടെ വിചാരം ഞാൻ പറയുന്നത് പോലെയൊക്കെ, എൻ്റെ അച്ഛൻ പറയുന്നത് പോലെയൊക്കെ അമ്മ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ അച്ഛനാണല്ലോ എല്ലാ കാര്യത്തിലും വീട്ടിൽ തീരുമാനം എടുക്കുന്നത് എന്നൊക്കെ ധരിച്ചു വശായ ചില പെൺകുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും അനുവദിക്കാറില്ല. ചിലപ്പോൾ ഇന്നലെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കാം, ഇന്ന് അവർക്ക് ഇഷ്ടമല്ല, എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റില്ല. കാരണം ഇവർ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ കാണുകയും ആസിഡും കത്തിയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ധാരാളം കാര്യങ്ങൾ. അപ്പം നമ്മൾ ആൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നേ പോലെ തന്നെ കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനിക്കാനും ജോലി ചെയ്യാനും. പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകളെ ജോലിക്ക് വിടുകയായിരുന്നു. ഇപ്പം സ്ത്രീകൾ പൈസയൊക്കെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പൈസയ്ക്കും തമ്മിൽ നിറത്തിലോ കുളത്തിലോ ഒന്നും വ്യത്യാസമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അല്ലേ. കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പം അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ എളുപ്പം കണ്ടുവിടുവാണ്. നമ്മുടെ മൊബൈലിൻ്റെ കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഒരിക്കലും അടച്ചുപൂട്ടി ഒരു മുറിയിൽ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക. അത് ഒരു പ്രഭാതത്തിൽ പോയിട്ട് അവൾ അടച്ചുപൂട്ടിയെ കഴിഞ്ഞിട്ട് നോക്കിയാലും നടക്കില്ല. നമ്മൾ നേരത്തെ തന്നെ അങ്ങനെ ഒരു ശീലം കൊണ്ടുവരണം. പിന്നെ ഒരു മൊബൈൽ സാക്ഷരത. കുറച്ച് കാലം മുന്നേ, ഇപ്പോൾ ആ സ്ഥിതിയുടെ കണക്ക് മാറിയിട്ടുണ്ട്. ഏറ്റവും അധികം മൊബൈൽ ഉപയോഗിക്കുന്ന ആരാന്ന് നോക്കിയപ്പോൾ 40-നും 50-നും ഇടയ്ക്കുള്ള ആൾക്കാരെന്നാണ് അല്ലേ. 50-നും 60-നും ഒക്കെ ഇടയ്ക്കുള്ള അവർക്കതൊരു റിലീഫാണ്. കാരണം എനിക്ക് മറ്റുള്ളവരെ ആരോട് സംസാരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു റിലീഫായിരുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലൊരു മൊബൈൽ സാക്ഷരത വേണം. അച്ഛനും അമ്മയും അച്ഛനൊരിടത്ത് നിന്ന് മൊബൈൽ, അമ്മ വേറെ ഇടത്ത് നിന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, മക്കൾ അങ്ങനെ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നാലും ഇത് ആ ഒരു രീതി നമ്മൾ മാറ്റി മൊബൈൽ ഉപയോഗിക്കാനായിട്ട് ഒരു സ്ക്രീൻ ടൈം എന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തെയും തലച്ചോറിനെയും കണ്ണിനെയും ഒക്കെ ബാധിക്കും, സ്വഭാവത്തെയും ഒക്കെ ബാധിക്കും. ഏതാണ്ട് 1 മുതൽ 2 മണിക്കൂർ വരെയാണ് കൗമാരക്കാരിലെ ഒരു പെൺകുട്ടിക്ക് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ടെലിവിഷന് സ്ക്രീനുള്ളതെല്ലാം, മൊബൈല്, കമ്പ്യൂട്ടർ എക്സെട്ര ഇതേപോലുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ സ്ക്രീൻ ടൈം എന്ന് പറയുക. അതുപോലെ ഈ മൊബൈൽ സാക്ഷരത, മറ്റുള്ളവരുടെ പ്രൈവസി വളരെ പ്രധാനമാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ആരുടെയും പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരുടെ നഗ്ന ചിത്രങ്ങളൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ അനിയൻ്റെയും അനിയത്തിൻ്റെയും ആണെങ്കിൽ നാളെ കേസായേക്കാം. ആരുടെയും പ്രൈവസിയിൽ നിങ്ങൾ ഒളിഞ്ഞു നോക്കരുത്. മറ്റുള്ളവരുടെ ഇൻഫോർമേഷൻ, ആശയങ്ങൾ നിങ്ങൾ മോഷ്ടിക്കരുത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് ആവശ്യമില്ല, അറിയില്ലാത്തവരുടെ ബന്ധം സ്ഥാപിക്കരുത്. മറ്റുള്ളവരെ അറിയില്ലാത്തവരുടെ മെസ്സേജുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കരുത്. അപ്പം നമ്മൾ കുട്ടിയെ വേണ്ട വിധത്തിൽ കരുതുന്നില്ലെങ്കിൽ അവന് വേണ്ടി, അവൾക്ക് വേണ്ടി ക്വാളിറ്റി ടൈം നൽകുന്നില്ലെങ്കിൽ, അവളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ. മോൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് ആയിരിക്കും ആദ്യത്തെ ദിവസം. 2ാമത്തെ ദിവസം അവളുടെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും. 3ാമത്തെ ദിവസം കുറച്ച് കൂടുതൽ സമയം കാര്യങ്ങളിൽ പറയും. 4ാമത്തെ ദിവസം ചിലപ്പോൾ അവൾക്ക് ഓൺലൈനിൽ ഒരു സമ്മാനം വന്നതിലും നമ്മളിത് കാണുന്നില്ല. ഇങ്ങനെ അരുതാത്ത
ബന്ധത്തിലേക്കും അപകടകരമായ അവസ്ഥയിലേക്കും പോയിട്ടുള്ള ധാരാളം കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മൊബൈൽ സാക്ഷരത, അതുപോലെ നമ്മുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ കോമൺ ടൈമിലൊക്കെ മൊബൈൽ മാറ്റിവെക്കുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിലും ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ വീട്ടിലും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഞാനും കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നിങ്ങളെ പോലെ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കുട്ടികൾ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യും. അവരുടെ മെസ്സേജസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ അയക്കുന്നതൊന്നും നമുക്കറിയില്ല. ഹൈഡ് ചെയ്ത് വയ്ക്കാൻ സ്റ്റാറ്റസ്, എത്ര മക്കളുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റാറ്റസ് ഒക്കെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് അവർ ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചത് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ശിക്ഷണം എന്നുള്ള കാര്യമാണ്. ശിക്ഷ എന്നൊന്ന് പാടില്ല, ശിക്ഷണമാണ് വേണ്ടത്. സ്നേഹത്തിലുള്ള മെരുത്താണ് വേണ്ടത്, സ്നേഹത്തിലുള്ള വ്യക്തികളാണ് വേണ്ടത്. കഠിനമായ ശിക്ഷ കുട്ടിയെ മാനസികമായിട്ട് മുറിവേൽപ്പിക്കുകയും അവനെ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും അവൻ്റെ മാനസികാരോഗ്യത്തിലും പിന്നോട്ട് നയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കളും മക്കളും ഈ പ്രായത്തിൽ പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 40 മുകളിലുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു പ്രത്യേക ശാരീരിക അവസ്ഥയിലൂടെയാണ് അധ്യാപകരും കടന്നു പോകുന്നത്. സ്ത്രീ ജനങ്ങൾ മെനോപോസ് എന്ന ഒരു അവസ്ഥയുടെ തുടക്കമൊക്കെ ആകുമ്പോൾ അവിടെയും ചില ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുള്ള ചില മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ശാരീരിക അസ്വസ്ഥതകളും ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ അമ്മമാരുടെ കാര്യത്തിൽ ഇതൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അവർക്കും ദേഷ്യം വരാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചേക്കാം. അപ്പോൾ ഈ കൗമാരക്കാരനായ ഒരു കുട്ടിയും ഈ ഒരു പ്രായത്തിൽ ഒരു അമ്മയും ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അച്ഛന്മാർ കൂടുതലായിട്ട് ശ്രദ്ധിച്ചേ മതിയാവൂ. പിന്നെ പെട്ടെന്ന് അരിശം വരുമ്പോൾ നമുക്ക് അരിശത്തെ ഒന്ന് നേരിടാനായിട്ട് എന്താ ചെയ്യുക? അത് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. 5 days എന്ന് പറയും. 5 days നമുക്ക് നമ്മുടെ മോളൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇപ്പം തന്നെ പ്രതികരിച്ചാൽ നമുക്ക് ഭയങ്കര ദേഷ്യമോ പിടിച്ചാൽ കിട്ടുക. അപ്പോൾ അതിന് നമ്മൾ അതിനെ നമുക്ക് മാറ്റിവെക്കുക. അല്ലെങ്കിൽ ആ ദേഷ്യം ഒന്ന് മാറിയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പണ്ടൊരു വീട്ടിൽ ഒരു പുതിയ കാറ് വാങ്ങിച്ചു. അപ്പോൾ 2.5 വയസ്സുള്ള ആ അച്ഛൻ്റെ മോന് ആ കാറിൽ പോയി ഒരു കല്ലെടുത്തിട്ട് കുത്തുകയല്ലേ. കാറെന്ന് പറയുന്നത് 10-25 ലക്ഷം രൂപയുടെ കാറാണ്. കുത്തി പണം മേടിച്ചു. പിന്നെ ഒന്നും അറിയത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ദേഷ്യം വരുമോ? ദേഷ്യം വന്നു പോകൂല്ലേ? ദേഷ്യം വന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ? ആ കല്ലിങ്ങോട്ട് മേടിച്ചിട്ട് കൊച്ചിൻ്റെ കൈക്കട്ടെ ഞാൻ ഇടിയും വെച്ചു കൊടുത്തു. കൊച്ചിൻ്റെ കൈ തകർന്നു. മനഃപൂർവ്വം ചെയ്തതല്ല, ദേഷ്യത്തെ അടക്കാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. ഇത് കൗമാരക്കാരായ കുട്ടികൾക്കുമുണ്ട്, മാതാപിതാക്കൾക്കുമുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തേത് എന്താണെന്ന് പറയുന്നത്, 5 ഡികൾ. ആദ്യത്തെ ഡിസ്റ്റൻസ്, അകന്നു പോകുക. ആ പ്രദേശത്ത് നിന്ന് കുറച്ച് നേരത്തേനൊന്ന് അകന്നു പോവുക. ഡിസ്ട്രാക്ട്, രണ്ടാമത്തെ ഡിസ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അകന്നു പോകുമ്പോൾ നമ്മൾ ചീത്തയും പറഞ്ഞാൽ അകന്നു പോകണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റി വിടണം. ഇനി ഒരു ന്യൂജൻ പേരൻ്റ് ആണെങ്കിൽ ഒരു പാട്ടൊക്കെ ചെവിയിലോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് മാറിപ്പോകാം അല്ലേ? അപ്പോൾ അങ്ങനെ ഡിസ്ട്രാക്ട്. അപ്പം നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ്, ഡിസ്ട്രാക്ട്. പിന്നെ ഡീപ്പ് ബ്രീത്ത്. നമുക്കറിയാം 2-3 പ്രാവശ്യം ശ്വാസം. നമ്മൾ കുട്ടികളോടൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഒക്കെ ഭയങ്കര ടെൻഷനൊക്കെ വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ശ്വാസം എടുത്ത് വിടുക. അപ്പം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ശാന്തമാവും. പിന്നെ വേറെ ഒന്നുള്ളത് ഡ്രിങ്ക് വാട്ടർ. ഓട്ടിപ്പോയി ആ ദേഷ്യത്തോടെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമല്ല, നമ്മൾ പോയിട്ട് 2 ഗ്ലാസ് വെള്ളം പതിയെ കുടിക്കുക. പിന്നെ അടുത്തത് ഡിസ്കസ് വിത്ത് സംബഡി ഹു വിൽ നോട്ട് ബ്ലെയിം യു. നമ്മുടെ നമ്മളെ കുറ്റപ്പെടുത്തില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് നല്ല ഡയറക്ഷൻ തരാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നമൊന്ന് സംസാരിക്കും. ഒരു ദേഷ്യത്തിൽ ഒരു വഴക്കുണ്ടായാൽ നമ്മൾ പറയാറുണ്ടല്ലേ, നമുക്ക് 1 മണിക്കൂർ ഇരുന്നാലൊന്ന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ആരോടാണ് തുറന്നു പറയുക? അയൽപക്കത്തെ ചേട്ടനോടും വഴിയിൽ കാണുന്ന ചേച്ചിയോടുമാണോ തുറന്നു പറയേണ്ടത്? നമ്മളാണ് കുട്ടിയുടെ ഏറ്റവും, അച്ഛനും അമ്മയുമാണ് ഏറ്റവും അടുത്ത അഭ്യുദയകാംക്ഷികളെന്ന് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. അവർ അച്ഛൻ്റെ അമ്മയുടെയും ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ശത്രുക്കളായിട്ടാണ് പലപ്പോഴും കാണുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കപ്പെടുന്നതിനും കാലം കടന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് തോറ്റോ
അല്ലെങ്കിൽ നിനക്കൊരു അക്കിടി പറ്റിയോ, സാരമില്ല, നിനക്ക് എവിടേക്ക് തിരിച്ചു വരാം, നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നൊരു ബോധ്യമില്ലെങ്കിൽ കുട്ടികൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതുപോലെ കുറച്ച് അരിയും പയറും ഒക്കെ ആയിട്ട് രണ്ടുമൂന്ന് പെൺകുഞ്ഞുങ്ങൾ ബസ്സിൽ കയറി പോവാം. എൻ്റെ വീട്ടിലോട്ട് എന്ന എൻ്റെ അച്ഛൻ എന്നെ തല്ലിക്കൊല്ലും. പാവം കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പോകും? കൊണ്ട് എപ്പോഴും കുട്ടികളോട് മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനമൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. നമ്മുടെ ഈ അധ്യാപകരെ പലപ്പോഴും വിലയിരുത്തി സംസാരിക്കാറുണ്ട്. നമ്മൾ നല്ല വിദ്യാസമ്പന്നരായിരിക്കും, നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാം, പെഡഗോഗി തുടങ്ങിയ കാര്യങ്ങളെ പിന്നെ ആ സബ്ജക്റ്റിൽ വളരെ അവഗാഹമുള്ളവരായിരിക്കാം. പക്ഷെ നമ്മൾ മാതാപിതാക്കളെ വിലയിരുത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ കളിയാക്കുന്ന രീതിയിലോ അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിലോ സംസാരിക്കരുത്. ചിലപ്പോൾ നിങ്ങളെക്കാളും അവരുടെ പ്രത്യേകതകൾ തിരിച്ചറിയുന്നത് ഈ അധ്യാപകരായിരിക്കാം. എപ്പോഴും അവർ പറയുന്നത് ശരിയാകണമെന്നില്ല. എങ്കിൽ പോലും ഒരു കാര്യം നമ്മളോട് സൂചിപ്പിച്ചാൽ നമുക്ക് ഒന്ന് ആലോചിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് നമ്മളൊന്ന് നിരീക്ഷിക്കുക. ആ അധ്യാപകയുമായിട്ട് അല്ലെങ്കിൽ ആ ബിസിനസ്സുമായിട്ടൊക്കെ ഒന്ന് ചേർന്ന് നമ്മളൊരു ടീമായിട്ട് പോയാൽ ഒരു കുഞ്ഞും വഴിതെറ്റി പോവുകയില്ല, ഒരു കുഞ്ഞും നന്നാവാതെ പോവില്ല, ഒരു കുഞ്ഞും മെച്ചപ്പെടാതെ പോവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അടുത്തതായിട്ടുള്ളത്, നമ്മൾ ധാരാളമായിട്ട് പത്രത്തിൽ വായിക്കുന്ന ശാരീരികമായ പീഡനങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത് കൂടുതലായിട്ടും പെൺകുട്ടികളാണ് എന്ന് ധരിച്ചു വച്ചാകാറുണ്ട്. പക്ഷെ നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ പെൺകുട്ടികളെയെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കും, അവരെവിടെയാണ് പോകുന്നത്, ആരുടെ അടുത്താണ് നിൽക്കുന്നത്, ഏത് ബസ്സിലേക്കാണ്. പക്ഷെ നമ്മുടെ ആൺകുട്ടി എതിലേ പോകുന്നു എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കാര്യത്തിൽ നമ്മുടെ കോഴിയിലുള്ള കവിതയ്ക്കകത്ത് കണ്ടതുപോലെ തന്നെ കണ്ണ് വേണം മുകളിലും താഴെയും, കണ്ണ് വേണം ഇടതും വലതും, അതുകൂടാതെ അളക്കണ്ട കത്തി ജ്വലിക്കണം എന്നാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഞാനൊരു 3 വർഷം മുമ്പ് ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ ഫോട്ടോ എടുക്കാനായിട്ട് സ്കൂളിൽ നിന്ന് വായിച്ചു സ്റ്റുഡിയോയിലേക്ക്. പക്ഷെ അവർക്ക് പല കുട്ടികളും മോശമായ സ്പർശനത്തിലേക്ക് കുറിച്ച് നമ്മളോട് വന്ന് കംപ്ലൈൻറ്റ് പറയുക. ഒരു കുട്ടിയാണെങ്കിൽ നമുക്കറിയാം അറിയാതെ സംഭവിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ സംബന്ധിച്ച് തന്നെ പിന്നെ ഫോട്ടോ എടുക്കാൻ വിടുക, ബ്യൂട്ടി പാർലറിൽ വിടുക, ബാർബർ ഷോപ്പിൽ വിടുക, ഐസ്ക്രീം അല്ലെ ഹോട്ടൽ പോലെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ. അപ്പോൾ പെൺകുട്ടികളും നല്ല മിടുക്കരാണ്, അവർക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം, അവരുടെ തലച്ചോറിൻ്റെ ആ കാര്യങ്ങളെ വേണ്ട രീതിയിൽ ആലോചിച്ച് മനസ്സിലാക്കി ശരിയായ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അല്പം പുറകോട്ടാണ് നമ്മുടെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ കരുതിയിരിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആൺകുട്ടികൾ പെൺകുട്ടികളെ കുറച്ച് കാലം മുന്നത്തെ കണക്കാണ് 37.6% പെൺകുട്ടികൾ പീഡനത്തിൽ ഇരയാക്കപ്പെട്ടു എങ്കിൽ ആൺകുട്ടികൾ അത് 38.6%. ഇതിൽ പലർക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ആരൊക്കെ ആണെങ്കിലും ഇതിലും പലതും കോണ്ടാക്റ്റ് 12%, 24% നോൺ കോണ്ടാക്റ്റ് ആയിട്ടുള്ള പീഡനമാണ്. ഇതിൽ 80% പേരെയും കുട്ടിക്ക് അറിയാവുന്നതാണ്. രക്തബന്ധത്തിലുള്ളവരാകാം, പുറത്തുള്ളവരാകാം, കുറച്ച് പേര് ബാലപീഡകരാകാം. രക്തബന്ധത്തിലുള്ളവരാകാം, പുറത്തുള്ളവരാകാം, കുറച്ച് പേരെങ്കിലും. അപ്പം ഇങ്ങനത്തെ ചില തീവ്രമായ അനുഭവങ്ങൾ ചിലപ്പോൾ ഈ കുട്ടിയെ വല്ലാതെ മാനസികതയിൽ ആക്കിയേക്കാം. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുട്ടികളെ ചേർന്ന് നിൽക്കണം, കുട്ടിയുമായിട്ട് നല്ല നിരന്തരം കണക്ഷനിൽ ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ ഒരു കൗമാരക്കാരായ ഒരു പെൺകുട്ടിയെ പഠനത്തിലും പാഠ്യേതരങ്ങളിലും മറ്റ് കഴിവുകളിലും എല്ലാം മെച്ചപ്പെട്ടവരാക്കി ഒരു നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഈ സ്കൂളിൽ നിന്നും പുറത്തുപോയ അനേകരെ പോലെ നല്ല കുട്ടികളായിട്ട് തീരുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ കേട്ട് അധികം മഴം തന്നെ ഇട്ടുപോയില്ല, ക്ഷമിച്ച് സഹിച്ചൊക്കെ ഇവിടെ ഇരുന്ന കഴിഞ്ഞുള്ള സമയം ഒരാളും ഓർമ്മ നിന്ന് ഞാൻ കണ്ടില്ല. ഏവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം എനിക്ക് ഇവിടെ സംസാരിക്കുവാനായിട്ടൊരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അൽഫോൺസാമ എന്ന പേര് നമുക്കറിയാം അല്ലേ. ഹെഡ് മിസ്റ്റേഴ്സിൻ്റെ വിഫലത എന്ന് പറയുന്നത് ഇപ്പോൾ കാലഘട്ടം പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അൽഫോൺസാമ സഹിക്കുക
വെറുക്കുകയല്ല, സ്നേഹിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ വിദ്യാലയത്തെയും ഈ കുട്ടികളെയും നിരന്തരം സ്നേഹിച്ച് മുന്നോട്ട് നയിക്കുന്ന സിസ്റ്റർ അൽഫോൻസായോടും ഇവിടുത്തെ സ്നേഹനിധികളായ കരുതലുള്ള അധ്യാപികമാരോടും അനധ്യാപകമാരോടും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതോടൊപ്പം എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ റോയി സാറിനും ഒരു പങ്കുണ്ട്. റോയി സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം.